നമസ്കാരം, KCN വാർത്തകളിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ. പ്രതിപക്ഷ നേതാവ് VD സതീശൻ നയിക്കുന്ന പുതുയുഗയാത്ര വെള്ളിയാഴ്ച കുമ്പളയിൽ നിന്ന് പ്രയാണം ആരംഭിക്കും. വൈകിട്ട് 4-ന് KC വേണുഗോപാൽ MP ജാഥ ഉദ്ഘാടനം ചെയ്യും. ശബരിമല കൊള്ളയിൽ സർക്കാരിന്റെ നേതൃത്വത്തിലുള്ള CPM പാർട്ടി അടിസ്ഥാനത്തിൽ പ്രതികളെ സംരക്ഷിക്കുന്നുവെന്ന് KPCC പ്രസിഡന്റ് സണ്ണി ജോസഫ്. പയ്യന്നൂരിൽ കുഞ്ഞികൃഷ്ണനെ പാർട്ടിയിൽ നിന്ന് പുറത്താക്കിയെങ്കിൽ ശബരിമല സ്വർണം കട്ട കേസിൽ ജയിലിൽ കഴിയുന്ന CPM നേതാക്കൾക്കെതിരെ അച്ചടക്ക നടപടി സ്വീകരിക്കാൻ പോലും തയ്യാറായിട്ടില്ലെന്നും സണ്ണി ജോസഫ്. സമസ്ത 100ാം വാർഷിക അന്താരാഷ്ട്ര മഹാസമ്മേളനത്തിന് കാസർഗോഡ് കുണിയയിൽ തുടക്കമായി. കൈറോയിലെ ഇസ്ലാമിക് റിസർച്ച് അസംബ്ലി സെക്രട്ടറി ജനറൽ ഡോക്ടർ മുഹമ്മദ് അബ്ദുദായിം അൽ ജുൻദി ഉദ്ഘാടന ചടങ്ങിൽ മുഖ്യാതിഥിയായി പങ്കെടുത്തു. കേബിൾ TV ഓപ്പറേറ്റേഴ്സ് അസോസിയേഷൻ 15ാമത് കാസർഗോഡ് ജില്ലാ സമ്മേളനം 15-16 തീയതികളിലായി നടക്കും. ഇതിനു മുന്നോടിയായി സംഘാടക സമിതി ഓഫീസ് പ്രവർത്തനം ആരംഭിച്ചു. കാസർഗോഡ് ഭൂമി സംബന്ധമായ തർക്കത്തെ തുടർന്ന് 45-കാരന് ക്രൂരമർദ്ദനം. കോലാച്ചിയടുക്കം സ്വദേശി അബ്ദുൾ ഹാരിസിനെയാണ് ഒരു സംഘം ഇരുമ്പുവടി ഉൾപ്പെടെയുള്ള മാരകായുധങ്ങളുമായി ആക്രമിച്ചത്. കർണാടക KSRTC ബസ്സുകളിൽ അടുത്തിടെ നടപ്പിലാക്കിയ ടിക്കറ്റ് നിരക്ക് വർധനവ് പിൻവലിച്ചു. കുമ്പള ആരിക്കാടി ടോൾ പിരിവ് നിർത്തലാക്കിയതിന്റെ പശ്ചാത്തലത്തിലാണ് ടിക്കറ്റ് നിരക്ക് വർധനവ് പിൻവലിച്ചത്. K. കൃഷ്ണൻ അനുസ്മരണവും അവാർഡ് വിതരണവും കാസർഗോഡ് പ്രസ് ക്ലബ്ബ് ഹാളിൽ നടന്നു. കാസർഗോഡ് നഗരസഭാ ചെയർപേഴ്സൺ ഷാഹിന സലീം ഉദ്ഘാടനം ചെയ്തു. വാർത്തകൾ വിശദമായി. പ്രതിപക്ഷ നേതാവ് VD സതീശൻ നയിക്കുന്ന പുതുയുഗയാത്ര വെള്ളിയാഴ്ച കുമ്പളയിൽ നിന്നും പ്രയാണം ആരംഭിക്കും. വൈകിട്ട് 4-ന് KC വേണുഗോപാൽ MP ജാഥ ഉദ്ഘാടനം ചെയ്യും. ഒരുക്കങ്ങൾ പൂർത്തിയായതായി KPCC പ്രസിഡന്റ് സണ്ണി ജോസഫ്. UDF സംസ്ഥാന കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ പ്രതിപക്ഷ നേതാവ് VD സതീശൻ നേതൃത്വം നൽകുന്ന നവയുഗയാത്ര നാളെ നാളെ കാസർഗോഡ് നിന്ന് ആരംഭിക്കുക. കുമ്പളയിൽ നിന്ന് AICCയുടെ സംഘടനാ ചുമതലയുള്ള ജനറൽ സെക്രട്ടറി KC വേണുഗോപാൽ MP ആണ് പൊതുയുഗയാത്ര ഉദ്ഘാടനം ചെയ്തത്. UDFന്റെ മുഴുവൻ നേതാക്കന്മാരും പ്രതിപക്ഷ ഉപനേതാവ് PK കുഞ്ഞാലിക്കുട്ടി സാഹിബ് ഉൾപ്പെടെയുള്ള തങ്ങൾ ഉൾപ്പെടെയുള്ള UDF കൺവീനർ അടൂർ പ്രകാശ് ഉൾപ്പെടെയുള്ള എല്ലാ നേതാക്കന്മാരും അണിനിരക്കുന്ന പൊതുയുഗയാത്രയ്ക്ക് എല്ലാവരുടെയും സഹായ സഹകരണങ്ങൾ പ്രത്യേകമായിട്ട് അഭ്യർത്ഥിക്കുന്നു. അതിലെ ഒരുക്കങ്ങളെല്ലാം കാസർഗോഡ് ജില്ലാ UDF നേതൃത്വം നന്നായിട്ട് തന്നെ സജ്ജീകരിച്ചിട്ടുണ്ട്. എല്ലാ പ്രധാനപ്പെട്ട സ്ഥലങ്ങളിലെല്ലാം പോകും. പൊതുയാത്രയിലെ എന്താണ് പ്രധാനമായി മുന്നോട്ട് വെക്കുന്നത്? അതെ, ഇന്നത്തെ സർക്കാരിൻ്റെ ഭരണപരാജയങ്ങൾ, ജനവിരുദ്ധ നയങ്ങൾ, തദ്ദേശ തെരഞ്ഞെടുപ്പിൽ അതിശക്തമായിട്ട് പ്രകടമായ ജനവികാരം, അതിനെല്ലാം ബദലായിട്ടുള്ള പൊതുയുഗം, അതിനെല്ലാം ബദലായിട്ടുള്ള പരിപാടികൾ കൂടി ജനങ്ങളിൽ നിന്ന് നിർദ്ദേശങ്ങൾ സ്വീകരിച്ചുകൊണ്ടും ജനങ്ങളെ അറിയിച്ചുകൊണ്ടും ജനങ്ങൾക്ക് എല്ലാ വാഗ്ദാനങ്ങളും നൽകിക്കൊണ്ടുമുള്ള ഒരു പുതിയ കേരള സൃഷ്ടിക്ക് വേണ്ടിയുള്ള യാത്ര തന്നെയാണ്. ശബരിമല കൊള്ളയിൽ സർക്കാരിന്റെ നേതൃത്വത്തിലുള്ള CPM പാർട്ടി അടിസ്ഥാനത്തിൽ പ്രതികളെ സംരക്ഷിക്കുന്നുവെന്ന് KPCC പ്രസിഡന്റ് സണ്ണി ജോസഫ്. പയ്യന്നൂരിൽ കുഞ്ഞികൃഷ്ണനെ പാർട്ടിയിൽ നിന്ന് പുറത്താക്കിയെങ്കിൽ ശബരിമല സ്വർണം കട്ട കേസിൽ ജയിലിൽ കഴിയുന്ന CPM നേതാക്കൾക്കെതിരെ അച്ചടക്ക നടപടി സ്വീകരിക്കാൻ പോലും തയ്യാറായിട്ടില്ല. പ്രതികളെ ഭരണത്തിൽ പൊതിഞ്ഞ് സംരക്ഷിക്കുന്നുവെന്നും സണ്ണി ജോസഫ് കാസർഗോഡ് പറഞ്ഞു. ഇതിൽ CPM നേതൃത്വത്തിൻ്റെ വളരെ ശക്തമായിട്ടുള്ള പങ്കാളിത്തത്തോടെയാണ്. മുഖ്യമന്ത്രിയാണ് ആത്യന്തികമായിട്ട് ആഭ്യന്തര വകുപ്പിനെ, പോലീസിനെ നിയന്ത്രിക്കുന്നത്. ഒരു കാര്യം ജനങ്ങളുടെ മുൻപിൽ ഇപ്പോഴും ചോദ്യചിഹ്നമായിട്ട് നിൽക്കുന്നു. ഈ ശബരിമല കേസിൽ ജയിലിൽ കഴിയുന്ന CPMൻ്റെ നേതാക്കന്മാർ, പത്മകുമാറും വാസുവും ഉൾപ്പെടെയുള്ള നേതാക്കന്മാർ, അവർക്കെതിരെ CPM പാർട്ടി ഇത്രയേറെ പ്രതിഷേധം ജനങ്ങളിൽ നിന്ന്, പ്രതിപക്ഷത്തിൽ നിന്ന്, മാധ്യമങ്ങളിൽ നിന്നെല്ലാം ഉയർന്നിട്ടും ഇതുവരെയും അവരുടെ പേരിൽ കമ എന്നൊരക്ഷരം മിണ്ടിയിട്ടില്ല. അവർക്ക് ഒരു ഷോക്കോസ് നോട്ടീസ് പോലും പയ്യന്നൂരിൽ കുഞ്ഞികൃഷ്ണനെ പിറ്റേ ദിവസം പാർട്ടിയിൽ നിന്ന് പുറത്താക്കിയെങ്കിൽ ശബരിമല സ്വർണം കട്ടക്കേസിൽ ജയിലിൽ കഴിയുന്ന CPM നേതാക്കന്മാരെ പാർട്ടിയിൽ നിന്ന് സസ്പെൻഡ് ചെയ്യാൻ ഒരച്ചടക്ക നടപടിയുടെ തെല്ലെങ്കിലും സ്വീകരിക്കാൻ CPM നേതാക്കന്മാർ ഇതുവരെ തയ്യാറായിട്ടില്ല. അവരെ ഭരണത്തിൽ പൊതിഞ്ഞ് സംരക്ഷിക്കുകയാണ്. അതുകൊണ്ട് കൂടിയാണ് അന്വേഷണത്തിൻ്റെ ഈ മന്ദഗതിയിലുള്ള പോക്ക്. അതിലെ വിശ്വാസ സമൂഹം, ജനങ്ങൾ ഉത്കണ്ഠയുള്ളവരാണ്. ആ ഉത്കണ്ഠയോടൊപ്പം, ആശങ്കയോടൊപ്പം, പ്രതിഷേധത്തോടൊപ്പം കോൺഗ്രസ് പാർട്ടിയും ചേരുകയാണ്.
സമസ്ത 100ാം വാർഷിക അന്താരാഷ്ട്ര മഹാസമ്മേളനത്തിന് കാസർഗോഡ് കുണിയയിൽ തുടക്കമായി. കൈറോയിലെ ഇസ്ലാമിക് റിസർച്ച് അസംബ്ലി സെക്രട്ടറി ജനറൽ ഡോക്ടർ മുഹമ്മദ് അബ്ദു ദായിം അൽ ജുന്ദി ഉദ്ഘാടന ചടങ്ങിൽ മുഖ്യാതിഥിയായി പങ്കെടുത്തു. ആന്തരിക മൂല്യങ്ങളിലൂടെയാണ് വിശ്വാസത്തെ ശക്തിപ്പെടുത്തേണ്ടതെന്നും ഡോക്ടർ മുഹമ്മദ് അബ്ദു ദായിം അൽ ജുന്ദി പറഞ്ഞു. സമൂഹത്തിന് ആത്മീയ ചൈതന്യം പകർന്ന 100 വർഷങ്ങളുടെ സ്മരണകളുമായി സമസ്ത കേരള ജമിയത്തുൽ ഉലമയുടെ ശതാബ്ദി സമ്മേളനത്തിന് കുണിയ വരക്കൽ മുല്ലക്കോയ തങ്ങൾ നഗറിൽ ഉജ്ജ്വലമായ തുടക്കമായി. സൗദി അറേബ്യ, ഇറാഖ്, മൊറോക്കോ, ഈജിപ്ത്, ശ്രീലങ്ക തുടങ്ങി 10ഓളം രാജ്യങ്ങളിൽ നിന്നും അജ്മീർ, ഹസ്രത്ത് നിസാമുദ്ദീൻ, ഹൈദരാബാദ് തുടങ്ങി ഇന്ത്യയുടെ വിവിധ ഭാഗങ്ങളിൽ നിന്നും സംസ്ഥാനത്തെ വിവിധ ജില്ലകളിൽ നിന്നുമായി എത്തിച്ച 100 പതാകകളാണ് സമ്മേളനവേദിയിൽ ഒരേ സമയം ഉയർത്തിയത്. പ്രധാന പതാക സമസ്ത പ്രസിഡന്റ് മുഹമ്മദ് ജിഫ്രി മുത്തുക്കോയ തങ്ങൾ ഉയർത്തി. സമ്മേളനം പാണക്കാട് സാദിഖ് അലി ശിഹാബ് തങ്ങൾ ഉദ്ഘാടനം ചെയ്തു. നമ്മുടെ പ്രസ്ഥാനത്തിൻ്റെ 100ാം വാർഷികം എന്ന ചരിത്ര സംഭവത്തിനാണ് നമ്മളെല്ലാവരും ഇപ്പോൾ സാക്ഷ്യം വഹിച്ചുകൊണ്ടിരിക്കുന്നത്. കേരളീയ ഉമ്മത്ത് ഏറെ ആഗ്രഹിച്ച ഒരു ദിനമാണ് ഇന്ന് നമുക്കറിയാം. ഇവിടെ വന്ന് എന്തെങ്കിലും സംസാരിക്കാൻ തുടങ്ങുമ്പോൾ ആ സംസാരം വെറും വാക്കുകളിലൂടെ ആവില്ല, ഹൃദയത്തിൽ നിന്നാണ് ഈ സമ്മേളനത്തിൻ്റെ ഈ ഉദ്ഘാടന വേദിയിൽ നമുക്ക് ഈ സദസ്സിനോട് സംവദിക്കുവാൻ സാധിക്കും. നിങ്ങളും അങ്ങനെ തന്നെയാണ്. നിങ്ങളും നിങ്ങളുടെ ഹൃദയത്തെ മുന്നിൽ വെച്ചുകൊണ്ടാണ് ഈ പന്തലിൽ വന്ന് നിറഞ്ഞ് നിൽക്കുന്നത്. ഞാൻ വാസ്തവത്തിൽ ഇങ്ങനെ ഓർക്കുകയായിരുന്നു, ഒരു 1/4 നൂറ്റാണ്ട് മുമ്പത്തെ ചില ഓർമ്മകളാണ്. അന്ന് വാദിനൂർ എന്ന സമസ്ത കേരള സുന്നി വിദ്യാർത്ഥി ഫെഡറേഷൻ്റെ ദശവാർഷിക സമ്മേളനം കുറ്റിപ്പുറത്ത് നിളാതീരത്ത് നടന്നിരുന്നു. അന്ന് ഇതുപോലെയുള്ള തെറ്റപ്പൊന്നും ഉണ്ടായിരുന്നില്ല. കാരണം അന്ന് വിദ്യാർത്ഥി സംഘടനയാണല്ലോ, അതിൻ്റെതായിട്ടുള്ള ബുദ്ധിമുട്ടൊക്കെ ഉണ്ടായിരുന്നു. ജിഫ്രി മുത്തുക്കോയ തങ്ങൾ അധ്യക്ഷത വഹിച്ചു. സമസ്ത ജനറൽ സെക്രട്ടറി പ്രൊഫസർ കെ ആലിക്കുട്ടി മുസ്ലിയാർ, ട്രഷറർ PP ഉമർ മുസ്ലിയാർ, സമസ്ത കേരള ഇസ്ലാം മതവിദ്യാഭ്യാസ ബോർഡ് ജനറൽ സെക്രട്ടറി MT അബ്ദുള്ള മുസ്ലിയാർ, പാണക്കാട് അബ്ബാസ് അലി ശിഹാബ് തങ്ങൾ തുടങ്ങിയവരും സമസ്ത കേന്ദ്ര മുഷാവറ അംഗങ്ങളും പോഷക സംഘടനാ നേതാക്കളും ഉൾപ്പെടെയുള്ളവർ പതാകകൾ ഉയർത്തി. ന്യൂസ് ബ്യൂറോ, കാഞ്ഞങ്ങാട്. കേബിൾ TV ഓപ്പറേറ്റേഴ്സ് അസോസിയേഷൻ 15ാമത് കാസർഗോഡ് ജില്ലാ സമ്മേളനം 15, 16 തീയതികളിലായി നടക്കും. ഇതിനു മുന്നോടിയായി സംഘാടക സമിതി ഓഫീസ് പ്രവർത്തനം ആരംഭിച്ചു. കാസർഗോഡ് നഗരസഭാ ചെയർപേഴ്സൺ ഷാഹിന സലീം സംഘാടക സമിതി ഓഫീസ് ഉദ്ഘാടനം ചെയ്തു. COA കാസർഗോഡ് ജില്ലാ സമ്മേളനത്തിന് മുന്നോടിയായി സംഘാടക സമിതി ഓഫീസ് തുറന്നു. കാസർഗോഡ് നഗരസഭാ ചെയർപേഴ്സൺ ഷാഹിന സലീം ഉദ്ഘാടനം ചെയ്തു. വിവര സാങ്കേതിക വിദ്യ അനുദിനം വർദ്ധിച്ചു വരുന്ന ഈ കാലഘട്ടത്തിൽ സമൂഹത്തെ വിനോദത്തിലൂടെയും അറിവിലൂടെയും വിജ്ഞാനത്തിലൂടെയും അറിയിക്കുന്നതിന് വേണ്ടി ഏറ്റവും വലിയൊരു പങ്ക് കേബിൾ TV ഓപ്പറേറ്റേഴ്സ് നടത്തുന്നുണ്ട്. തീർച്ചയായിട്ടും നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഈ പ്രസ്ഥാനം അനുദിനം വളർന്നുകൊണ്ടിരിക്കുകയാണ്. ഇന്ന് നമ്മളെ സംബന്ധിച്ചിടത്തോളം ഇപ്പോൾ കേരള വിഷനോ ബ്രോഡ്ബാൻഡ് ഇല്ലെങ്കിൽ നമുക്കൊന്നും ചെയ്യാൻ പറ്റാത്ത ഒരു അവസ്ഥയിലേക്ക് നമ്മളൊക്കെ മാറിയിരിക്കുകയാണ്. അപ്പം അത്രമാത്രം ഉയരങ്ങളിലെത്തി ഓരോ ദിനവും വലിയൊരു മുന്നേറ്റം നടത്തിക്കൊണ്ട് മുന്നോട്ട് പോകുന്ന ഒരു അസോസിയേഷൻ കൂടിയാണ് ഈ കേബിൾ TV ഓപ്പറേറ്റേഴ്സ്. അറിവ് അതുപോലെ തന്നെ വിനോദങ്ങളൊക്കെ ആസ്വദിക്കുന്ന ഒരു കാലഘട്ടത്തിലൂടെ കടന്നു പോകുമ്പോൾ തീർച്ചയായും ഇത്തരത്തിലുള്ള പ്രസ്ഥാനത്തിൻ്റെ മഹത്വം നമ്മൾ തിരിച്ചറിയേണ്ടതായിട്ടുണ്ട്. ഒരുപാട് നല്ല നല്ല പ്രവർത്തനങ്ങൾ കാഴ്ചവെക്കുന്നുണ്ട് എന്ന് മനസ്സിലാക്കാൻ വേണ്ടി സാധിച്ചിട്ടുണ്ട്. നേരത്തെ പറഞ്ഞതുപോലെ ഇത് ഏറ്റവും നല്ല രീതിയിൽ ഉപയോഗപ്പെടുത്തിക്കൊണ്ട് ഇന്ന് നമ്മുടെ സമൂഹത്തിൽ തന്നെ ഏറ്റവും മാതൃകപരമായിട്ടുള്ള പ്രവർത്തനങ്ങൾ നേരത്തെ പറഞ്ഞതുപോലെ ഇത് മാത്രമല്ല, അതിലുപരി ജീവകാരുണ്യ പ്രവർത്തനങ്ങളിലൊക്കെ പങ്കെടുത്തുകൊണ്ട് പങ്കാളികളായിക്കൊണ്ട് ഒരുപാട് മുന്നേറ്റം നടത്തുന്ന ഈ അസോസിയേഷനെ ഹൃദയത്തിൻ്റെ ഭാഷയിൽ ഞാൻ അഭിനന്ദിക്കുകയാണ്.
ഇനിയും ഇത്തരത്തിലുള്ള മഹത്തായ പ്രവർത്തനങ്ങളും പരിപാടികളും കാഴ്ചവെക്കുവാനും നമ്മുടെ ഇടയിൽ ഐക്യം നിലനിർത്തിക്കൊണ്ട് മുന്നോട്ട് പോകുവാനും നമ്മുടെ ഇടയിലുള്ള പ്രശ്നങ്ങൾ പരിഹരിച്ചുകൊണ്ട് മാതൃകാപരമായിട്ടുള്ള നേട്ടങ്ങൾ കൊണ്ടുവരുവാനും ഒരുപാട് നല്ല നല്ല പരിപാടികൾ ആസൂത്രണം ചെയ്യാനും ജനസമൂഹത്തിന് വേണ്ടിയിട്ട് ഒരുപാട് മാറ്റങ്ങൾ കൊണ്ടുവരാനും ഈ അസോസിയേഷന് സാധിക്കട്ടെ എന്ന് മാത്രം ഈ അവസരത്തിൽ ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുന്നു. കാസർഗോഡ് പുതിയ ബസ് സ്റ്റാൻഡിന് സമീപത്തെ സെഞ്ചുറി പാർക്ക് ഹാളിൽ നടന്ന ചടങ്ങിൽ നഗരസഭാ വൈസ് ചെയർമാൻ ഹനീഫ് KM മുഖ്യാതിഥിയായിരുന്നു. സംഘാടക സമിതി ചെയർമാൻ ഷുക്കൂർ കോളിക്കര അധ്യക്ഷത വഹിച്ചു. COA ജില്ലാ പ്രസിഡന്റ് VV മനോജ് കുമാർ, സംസ്ഥാന കമ്മിറ്റി അംഗങ്ങളായ M ലോഹിതാക്ഷൻ, സതീഷ് K പാക്കം, CCN ചെയർമാൻ പ്രദീപ് കുമാർ, മേഖലാ സെക്രട്ടറി പാർത്ഥസാരഥി എന്നിവർ ആശംസാ പ്രസംഗം നടത്തി. സംഘാടക സമിതി കൺവീനർ ഹരീഷ് P നായർ സ്വാഗതവും ട്രഷറർ വിനോദ് P നന്ദിയും പറഞ്ഞു. ഫെബ്രുവരി 15-16 തീയതികളിൽ കേബിൾ TV ഓപ്പറേറ്റേഴ്സ് അസോസിയേഷൻ 15ാമത് കാസർഗോഡ് ജില്ലാ സമ്മേളനം കാസർഗോട്ട് വെച്ച് നടക്കും. ന്യൂസ് ബ്യൂറോ, കാസർഗോഡ്. കാസർഗോഡ് ഭൂമി സംബന്ധമായ തർക്കത്തെ തുടർന്ന് 45-കാരനു ക്രൂരമർദ്ദനം. കോലാച്ചിയടുക്കം സ്വദേശി അബ്ദുൾ ഹാരിസിനെയാണ് ഒരു സംഘം ഇരുമ്പുവടി ഉൾപ്പെടെയുള്ള മാരകായുധങ്ങളുമായി ആക്രമിച്ചത്. ഗുരുതരമായ പരിക്കേറ്റ ഇയാൾ ചികിത്സയിലാണ്. മർദ്ദനത്തിന്റെ CCTV ദൃശ്യങ്ങൾ പുറത്ത്. പിതാവിന്റെ സ്വത്ത് തട്ടിയെടുക്കുവാൻ ശ്രമിച്ചത് ചോദ്യം ചെയ്തതിൽ പ്രകോപിതരായാണ് സഹോദരങ്ങളായ 3-അംഗ സംഘം അബ്ദുൽ ഹാരിസിനെ ആക്രമിച്ചതെന്നാണ് പറയുന്നത്. 4 ദിവസം മുൻപ് ഈ വിഷയത്തിൽ അബ്ദുൽ ഹാരിസും അക്രമി സംഘാംഗവും തമ്മിൽ വാക്തർക്കം നടന്നിരുന്നു. ഇതിന്റെ തുടർച്ചയായാണ് കഴിഞ്ഞ ദിവസം 3-അംഗ സംഘം കോലാച്ചിയടുക്കത്ത് വെച്ച് ഇരുമ്പ് വടികൾ ഉൾപ്പെടെയുള്ള മാരകായുധങ്ങളുമായി തന്നെ ആക്രമിച്ചതെന്ന് അബ്ദുൽ ഹാരിസ് പറഞ്ഞു. മർദ്ദനത്തിൽ ഗുരുതരമായി പരിക്കേറ്റ അബ്ദുൽ ഹാരിസ് ഇപ്പോൾ ചെർക്കളയിലെ സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സയിലാണ്. ക്രൂരമായ മർദ്ദനത്തിൽ തലയ്ക്കും ദേഹമാസകലവും പരിക്കേറ്റിട്ടുണ്ട്. മൂക്കിന്റെ പാലം തകരുകയും ചെയ്തിട്ടുണ്ട്. 3-അംഗ സംഘം അബ്ദുൽ ഹാരിസിനെ അതിക്രൂരമായി മർദ്ദിക്കുന്നതിന്റെ CCTV ദൃശ്യങ്ങൾ പുറത്തു വന്നിട്ടുണ്ട്. സംഭവത്തിൽ വിദ്യാനഗർ പോലീസിൽ പരാതി നൽകിയെങ്കിലും അക്രമി സംഘത്തിന്റെ സ്വാധീനത്തെ തുടർന്ന് കൃത്യമായ നടപടികൾ ഉണ്ടായില്ലെന്ന് അബ്ദുൽ ഹാരിസ് പറഞ്ഞു. സംഭവം ചെറിയൊരു റോഡിൽ അവന് വണ്ടി പാർക്ക് ചെയ്തതിനെ കുറിച്ചിട്ടുള്ള ഒരു ചെറിയ ഇതായിരുന്നു സാറേ. പിന്നെ ആ വാക്ക് തർക്കം കൊണ്ട് അവന് വല്ലാതെ ദേഷ്യപ്പെട്ട് കുറേ തെറിയൊക്കെ പറഞ്ഞു. പിന്നെ എൻ്റെ സ്വത്ത്, എൻ്റെ ഉപ്പാനെ ഒരുപാട് ബുദ്ധിമുട്ടാക്കുന്നു, സ്വത്ത് കയ്യേറാൻ ശ്രമിക്കുന്നു. നാട്ടിലൊരു ഒരു ക്രിമിനലാണ്. അവനും അവൻ്റെ 2 അനിയന്മാരും ക്രിമിനലാണ്. പിന്നെ എപ്പോഴും വീടിൻ്റെ അടുത്ത് വന്നിട്ട് ശീലം പറയും വൈഫോടും മക്കളോടൊക്കെ കുട്ടികളോടൊക്കെ. എൻ്റെ റോഡ് സൈഡ് തന്നെ എൻ്റെ വീട്. പിന്നെ കുട്ടികളെ മദ്രസയിൽ പോകുമ്പോൾ വണ്ടി ഇടിക്കാൻ നോക്കും. പിന്നെ പൊതുവെ അവന് ഒരു പോലീസുകാരൊക്കെ അവൻ്റെ കയ്യിലാണെന്നുള്ള ഒരു ധാരണയും എല്ലാവരോടും ഭീഷണിപ്പെടുത്തും. അവന് കേസ് ഒരു പുത്തിരിയല്ല. അവൻ്റെ അനിയന്മാർക്കൊക്കെ ഒരുപാട് കേസുണ്ട്. ശരിക്കും അടിച്ച അവർ 3 പേര്. ഞാൻ മഗ്‌രിബ് നിസ്കരിച്ച് പള്ളിയിൽ നിന്ന് പുറത്തിറങ്ങുമ്പോൾ അവർ അവിടെ ഒളിഞ്ഞിരിക്കുകയായിരുന്നു. ഒരു 6:40 ടൈമിൽ വൈകുന്നേരം. അടിച്ചെന്ന് വെച്ചാൽ ഇരുമ്പ് വടി കൊണ്ട് തലയിലേക്ക് എന്നെ കൊല്ലുമെന്ന് വെച്ച് തലയിലേക്ക് മൂക്കിലേക്കൊക്കെ അടിച്ച് മൂക്കിൻ്റെ പാലൊക്കെ പൊട്ടിച്ച്, പിന്നെ ഈ കൈ ഇവിടെ ഇത് പൊട്ടിച്ച്, കാല് കാര്യങ്ങളൊക്കെ അടിച്ച് 3 പേര് കൂടി അടിച്ച്. അബ്ദുൽ അസീസും പിന്നെ അബ്സീർ, ആഷിഖ് എന്ന് പറഞ്ഞിട്ട് പൊതുവെ അവർ ഒരു ഗുണ്ട സ്റ്റൈൽ തന്നെ. പിന്നെ രാഷ്ട്രീയം യൂസ് ചെയ്യുന്നുണ്ട് അവർ. സ്വാധീനം ചെലുത്തിയിട്ടാണ്. പ്രത്യേകിച്ചിട്ട് അവർക്ക് നമ്മൾ ഈ സ്വത്ത് കൈയാറാനൊക്കെ ശ്രമിക്കുന്നുള്ളത് വലിയ ഓഫീസ് നമ്മളെ ഈ ഉദ്യോഗസ്ഥന്മാരൊക്കെ അവന് കൂട്ടു നിൽക്കുന്നുണ്ട്. അപ്പം അവരൊക്കെ കൂട്ടു നിന്നിട്ടാണ് അവൻ്റെ എല്ലാ തമ്മാടിത്തരങ്ങളും അവന് ഇല്ലീഗലായിട്ട് കാര്യങ്ങൾ ചെയ്യുന്നത്. എനിക്ക് സംരക്ഷണമാണ് തരാം. എനിക്ക് ഇത്ര പറയാനുള്ളത് സംരക്ഷണമാണ്. കാരണം ഏത് ഭാഗത്തായും പ്രശ്നം എനിക്ക് സംരക്ഷണമാണ്. വീട്ടിൽ എൻ്റെ ഭാര്യ, മക്കള്, ഉപ്പ ഉമ്മ എന്ന് വെച്ചാൽ സുഖമില്ലാതെ സ്ട്രോക്ക് പേഷ്യൻ്റ് കാര്യങ്ങളാണ്. ട്രീറ്റ്മെൻറ്റ് ചെയ്യാനിപ്പോൾ വകയില്ല. കാരണം എന്താ വെച്ചാൽ ഇവൻ്റെ ശല്യം കൊണ്ട് പണിക്ക് പോകാനോ കാര്യങ്ങളോ പറ്റുന്നില്ല. ഇവനെപ്പം ഭീഷണിയാണ്. കൊട്ടേഷനും കാര്യങ്ങളായിട്ട് നടക്കുന്ന ഒരു ടീംസാണ് ഇവൻ ഈ അസീസ് എന്ന് പറയുന്നത്.
പിന്നെ എല്ലാവരുടെ മുമ്പിലും എല്ലാവർക്കും അവനെ പേടിയാണ്. ആരും സാക്ഷി പറയാനോ ഒന്നും നിൽക്കൂല. എല്ലാവർക്കും അവനെ പേടിയാണ്. ആരും ഒന്നും മിണ്ടൂല. അപ്പൊ അവൻ ചോദിച്ചത് പൈസയോ കാര്യങ്ങളോ കൊടുത്തില്ലെങ്കിൽ അവന്റെ വഴിക്ക് അവൻ അടിയും മുടിയും കാര്യങ്ങളുണ്ട്. അനിയന്മാരെ വെച്ചിട്ട് പിന്നെ അവന്റെ കാര്യങ്ങൾ സാധിക്കുന്നതാണ്. സംസാരിക്കാനും പോലും പറ്റുന്നില്ല. അത്രക്കും പിന്നെ തലയുടെ പ്രശ്നങ്ങളുണ്ട്. മൂക്ക് കാര്യങ്ങൾ തല കറങ്ങി. തന്നെ ആക്രമിച്ചവർ ഇപ്പോഴും നാട്ടിൽ വിലസുകയാണെന്നും നാടിന്റെ സമാധാനത്തിന് തന്നെ ഭീഷണിയായ ഈ സംഘത്തിനെതിരെ പോലീസ് ശക്തമായ നടപടി സ്വീകരിക്കണമെന്നും അബ്ദുൽ ഹാരിസ് ആവശ്യപ്പെട്ടു. ന്യൂസ് ബ്യൂറോ, കാസർഗോഡ്. കുമ്പള ആരിക്കാടി ടോൾ പിരിവ് നിർത്തലാക്കിയതിന്റെ പശ്ചാത്തലത്തിൽ കർണാടക KSRTC ബസ്സുകളിൽ അടുത്തിടെ നടപ്പിലാക്കിയ ടിക്കറ്റ് നിരക്ക് വർധനവ് പിൻവലിച്ചു. ഇത് സംബന്ധിച്ച് കർണാടക ഗതാഗത വകുപ്പിന്റെ മംഗളൂരു ഡിവിഷനാണ് ഔദ്യോഗിക വിജ്ഞാപനം പുറത്തിറക്കിയത്. ആരിക്കാടിയിലെ ടോൾ പ്ലാസ പിൻവലിക്കാൻ കേന്ദ്ര ഉപരിതല ഗതാഗത മന്ത്രാലയം നടപടിയെടുത്തതോടെ വർദ്ധിപ്പിച്ച ടിക്കറ്റ് നിരക്ക് പിൻവലിച്ച് കർണാടക KSRTC. കർണാടക ഗതാഗത വകുപ്പിന്റെ മംഗളൂരു ഡിവിഷൻ വർദ്ധിപ്പിച്ച നിരക്ക് പിൻവലിച്ചുകൊണ്ട് പ്രഖ്യാപനം പുറപ്പെടുവിക്കുകയായിരുന്നു. കഴിഞ്ഞ 13-ന് കുമ്പള ആരിക്കാടി ടോൾ പ്ലാസയിൽ ഫാസ്റ്റ് ടാഗ് വഴിയുള്ള ടോൾ പിരിവ് ആരംഭിച്ചിരുന്നു. കർണാടക ഗതാഗത വകുപ്പിന്റെ ഏകദേശം 35 ബസ്സുകളിൽ നിന്ന് പ്രതിദിനം ഏകദേശം 50,000 രൂപ അധിക ടോൾ ഫീസ് ഈടാക്കിയതിനാൽ കർണാടക ഗതാഗത വകുപ്പിന്റെ ഉത്തരവ് പ്രകാരം ബസ് ടിക്കറ്റ് നിരക്ക് വർദ്ധിപ്പിച്ചു. നേരത്തെ ടോൾ ഒഴിവാക്കണമെന്നാവശ്യപ്പെട്ട് കാസർഗോഡ് കളക്ടർക്ക് നിവേദനം നൽകിയിരുന്നു. ടോൾ ഇളവ് അനുവദിച്ചില്ലെങ്കിൽ യാത്രക്കാരുടെ തലയിൽ അധിക ഭാരം ചുമത്തുമെന്ന് അറിയിക്കുകയുണ്ടായി. അതനുസരിച്ച് ടിക്കറ്റിന്റെ നിരക്ക് ഓർഡിനറി ബസ്സുകളിൽ 7 രൂപയും എക്സ്പ്രസ് ബസ്സുകളിലും രാജഹംസയിലും 10 രൂപയും വർദ്ധിപ്പിച്ചു. ഈ നിരക്കുകളാണ് പിൻവലിച്ചത്. ന്യൂസ് ബ്യൂറോ, കുമ്പള. K. കൃഷ്ണൻ അനുസ്മരണവും അവാർഡ് വിതരണവും കാസർഗോഡ് പ്രസ് ക്ലബ് ഹാളിൽ നടന്നു. കാസർഗോഡ് നഗരസഭാ ചെയർപേഴ്സൺ ഷാഹിന സലീം ഉദ്ഘാടനം ചെയ്തു. കാസർഗോഡ് പ്രസ് ക്ലബിന്റെ ആഭിമുഖ്യത്തിൽ K. കൃഷ്ണൻ അനുസ്മരണവും അവാർഡ് വിതരണവും നടത്തി. പ്രസ് ക്ലബ് ഹാളിൽ സംഘടിപ്പിച്ച പരിപാടി കാസർഗോഡ് നഗരസഭാ ചെയർപേഴ്സൺ ഷാഹിന സലീം ഉദ്ഘാടനം ചെയ്തു. കൃഷ്ണേട്ടനെ നേരത്തെ വിശേഷിച്ചപോലെ ഒരു ആദ്യകാല പത്രപ്രവർത്തകൻ, കേരള കൗമുദിയിലും അതുപോലെ തന്നെ ഉത്തരദേശത്തിലൊക്കെ പ്രവർത്തിച്ച ഇന്നത്തെ സാഹചര്യമില്ലാത്ത സമയങ്ങളിൽ പോലും വളരെ നല്ല രീതിയിൽ ജനങ്ങളുടെ കണ്ണും ശബ്ദവും മനസാക്ഷിയായി മാറിയ ഒരു പത്രപ്രവർത്തകൻ കൂടിയായിരുന്നു കൃഷ്ണേട്ടനെന്ന് നമുക്കൊക്കെ അറിയാവുന്ന കാര്യമാണ്. തീർച്ചയായിട്ടും വളരെ നല്ല രീതിയിൽ തന്നെ ജനങ്ങളുടെ ശബ്ദമായി മാറുവാനും വളരെ പോസിറ്റീവായ കാര്യങ്ങളൊക്കെ ജനങ്ങളിൽ എത്തിക്കുന്നതിന് വേണ്ടി പ്രവർത്തിച്ച ഒരു മഹത്വ വ്യക്തിത്വത്തെയാണ് ഇന്ന് ഇവിടെ അനുസ്മരിക്കുന്നത്. അവരുടെ പേരിലുള്ള ഒരു അവാർഡും കൂടി ഇവിടെ നൽകുന്നുണ്ട്. തീർച്ചയായിട്ടും പത്രപ്രവർത്തകർ നേരത്തെ സൂചിപ്പിച്ചതുപോലെ നമ്മുടെ ഇടയിലുള്ള പ്രശ്നങ്ങൾക്ക്, അതുപോലെ തന്നെ ഇടയിലുള്ള ഒരുപാട് കാര്യങ്ങൾക്കൊക്കെ ഏറ്റവും വലിയ ശബ്ദമായി മാറാൻ പത്രമാധ്യമങ്ങൾക്ക് സാധിക്കുന്നുണ്ട്. അതിൽ ഒരുപാട് നേരത്തെ പറഞ്ഞതുപോലെ പോസിറ്റീവും നെഗറ്റീവും ഉണ്ട്. ആ നെഗറ്റീവിനെ അതിലേക്ക് ഇറങ്ങിക്കൊണ്ട്, അതിനെ വിളിച്ചു പറഞ്ഞുകൊണ്ട്, അതിനെ ശബ്ദമുയർത്തിക്കൊണ്ട് അതിന് പരിഹാരം കാണുവാനും ഇന്നത്തെ കാലഘട്ടത്തിൽ സാധിക്കുന്നുണ്ട്. തീർച്ചയായും അത്തരത്തിൽ അവസരങ്ങളില്ലാത്ത സമയങ്ങളിൽ പോലും ജനങ്ങൾക്കിടയിൽ നിന്ന് ജനങ്ങളുടെ ശബ്ദമായി മാറിയ കൃഷ്ണേട്ടൻ്റെ ആത്മശാന്തി ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ്. മുസ്ലിം ലീഗ് ജില്ലാ ജനറൽ സെക്രട്ടറി A. അബ്ദുൽ റഹ്മാൻ K. കൃഷ്ണൻ അനുസ്മരണം നടത്തി. കാസർഗോഡിൻ്റെ ശബ്ദം വിവിധ മേഖലകളിൽ എത്തിക്കുന്നതിന് വേണ്ടി ആവരാത്രം പ്രവർത്തിച്ച പത്രപ്രവർത്തകനായിരുന്നു കൃഷ്ണനെന്ന് പറയാൻ ആഗ്രഹിക്കുക. തൻ്റെ ഇടത്തോടു കൂടി ആരടാ എന്ന് ചോദിച്ചാൽ ഞാനടാ എന്ന് പറയാൻ തയ്യാറായിക്കൊണ്ട് ഏത് പ്രയാസപ്പെട്ട മേഖലകളിലും കടന്നു നിന്ന് വാർത്തകൾ ശേഖരിക്കുന്ന കാര്യത്തിൽ പ്രത്യേക കഴിവ് പ്രകടിപ്പിച്ച പത്രപ്രവർത്തകനായിരുന്നു K. കൃഷ്ണൻ. കൃഷ്ണനെ പറ്റി പറയുന്നതോടൊപ്പം തന്നെ പറയേണ്ടി വരുന്നൊരു നാമമാണ് കാസർകോട്ടെ പത്രക്കാർ എപ്പോഴും ഓർമ്മിക്കേണ്ട, നമ്മളെല്ലാവരും ഒത്തുകൂടിയിരിക്കുന്ന ഈ പ്രസ് ക്ലബിൻ്റെ
നിർമ്മാണത്തിനും സ്ഥാപനത്തിനുമൊക്കെ കാർമ്മികത്വം വഹിച്ച് നേതൃത്വം നൽകിയ കെ മുഹമ്മദ് മാഷിനെ കൂടി ഈ സന്ദർഭത്തിൽ നമ്മൾ സ്മരിക്കേണ്ടതുണ്ട് എന്ന് പറയാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. ചടങ്ങിൽ നീലേശ്വരത്തെ മലയാള മനോരമ റിപ്പോർട്ടർ സന്ദീപ് ചന്ദ്രന് അവാർഡ് സമ്മാനിച്ചു. KV പത്മേഷ് അവാർഡ് ജേതാവിനെ പരിചയപ്പെടുത്തി. കാസർഗോഡ് പ്രസ് ക്ലബ്ബ് പ്രസിഡന്റ് സിജു കണ്ണൻ അധ്യക്ഷത വഹിച്ചു. പ്രസ് ക്ലബ്ബ് സെക്രട്ടറി പ്രദീപ് നാരായണൻ സ്വാഗതവും വൈസ് പ്രസിഡന്റ് അബ്ദുള്ള കുഞ്ഞി നന്ദിയും പറഞ്ഞു. ന്യൂസ് ബ്യൂറോ, കാസർഗോഡ്. NGO അസോസിയേഷന്റെ നവജീവന യാത്രയ്ക്ക് കാസർഗോഡ് തുടക്കമായി. KPCC പ്രസിഡന്റ് സണ്ണി ജോസഫ് MLA ഉദ്ഘാടനം ചെയ്തു. കേരള NGO അസോസിയേഷൻ സംസ്ഥാന കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിലുള്ള നവജീവന യാത്രയ്ക്ക് കാസർഗോട്ട് നിന്നും തുടക്കമായി. KPCC പ്രസിഡന്റ് അഡ്വക്കേറ്റ് സണ്ണി ജോസഫ് ഉദ്ഘാടനം നിർവഹിച്ചു. നവജീവന യാത്ര സിന്ദാബാദ്. അവകാശങ്ങൾ നേടിയെടുക്കാൻ നവജീവന യാത്ര സിന്ദാബാദ്. നവജീവന യാത്ര സിന്ദാബാദ്. ഏറെ പ്രതീക്ഷയോടെ ജീവനക്കാരും സാധാരണക്കാരും കാത്തിരുന്ന ബജറ്റ് നിരാശാജനകമായിരുന്നുവെന്ന് അദ്ദേഹം പറഞ്ഞു. ജീവനക്കാരുടെ ആശങ്കകൾക്ക് പരിഹാരമാവണമെങ്കിൽ UDF സർക്കാർ അധികാരത്തിൽ എത്തേണ്ടത് അനിവാര്യമാണ്. കഴിഞ്ഞ 5 വർഷത്തെ ഇടതുമുന്നണി ഭരണത്തിൽ ഏറ്റവും കൂടുതൽ നഷ്ടമുണ്ടായ വിഭാഗമാണ് സർക്കാർ ജീവനക്കാർ. ആവശ്യമായ തുക നീക്കിവെക്കാതെ നടത്തിയിട്ടുള്ള ബജറ്റിലെ പ്രഖ്യാപനങ്ങൾ അടുത്ത സർക്കാരിൻ്റെ ചുമലിൽ ബാധ്യതകൾ കെട്ടിവയ്ക്കുവാനുള്ള ഗൂഢലക്ഷ്യത്തോടെയാണെന്നും അദ്ദേഹം പറഞ്ഞു. DA കുടിശ്ശിക മാത്രമല്ല, ശമ്പള പരിഷ്കരണത്തിന്റെ കമ്മീഷനില്ല എന്നത് മാത്രമല്ല, ലീവ് സറണ്ടർ അങ്ങനെയുള്ള ആനുകൂല്യങ്ങൾ പൂർണ്ണമായിട്ടും നിഷേധിക്കപ്പെടുന്ന സാഹചര്യമാണ്. സർക്കാർ ജീവനക്കാരുടെ മാത്രമല്ല, അധ്യാപകരുടെ അവകാശങ്ങൾ എത്രയോ വർഷമായിട്ട് സ്കൂളുകളിൽ ജോലി ചെയ്യുന്ന അധ്യാപകർ ശമ്പളം കിട്ടാതെ അവര് പ്രയാസപ്പെടുകയാണ്. ചിലരൊക്കെ ആത്മഹത്യ ചെയ്തു കഴിഞ്ഞു. പലരും ആത്മഹത്യയുടെ വക്കീലാണ്. അവരുടെ പ്രശ്നങ്ങൾക്കും പരിഹാരമുണ്ടാക്കാൻ കഴിയുന്നില്ല. തെരഞ്ഞെടുപ്പിന്റെ സമയത്ത് കർഷകർക്ക് നൽകിയ വാഗ്ദാനം എന്തായിരുന്നു? റബ്ബർ കർഷകർക്ക് 250 രൂപയുടെ വിലസ്ഥിരത നൽകും എന്ന് പറഞ്ഞാണ് LDF വോട്ട് പിടിച്ചത് എങ്കിൽ 4.5 വർഷം കഴിഞ്ഞപ്പോഴും അവർക്ക് ആ കാര്യം ചിന്തിക്കാൻ കഴിഞ്ഞില്ല. തദ്ദേശ തെരഞ്ഞെടുപ്പിന്റെ സമയത്ത് 200 ആക്കുമെന്ന് പറഞ്ഞു, ആക്കിയില്ല. ജനങ്ങൾ അതിനെ വിശ്വസിച്ചില്ല. ക്ഷേമ പെൻഷൻ ആ കാര്യത്തിലും എന്തായിരുന്നു? 2500 ആക്കും എന്ന് പറഞ്ഞ് വോട്ട് ചോദിച്ച് ജയിച്ചു വന്ന ആളുകൾ 4.25 വർഷം പിന്നിടുമ്പോഴും അവരാ കാര്യം നടപ്പിലാക്കുന്നില്ല. ആശാ വർക്കർമാര് 1 വർഷക്കാലത്തോളമായി സമരത്തിലാണ്. ആശാ വർക്കർമാരുടെ അവകാശങ്ങൾ, ആവശ്യങ്ങൾ എത്ര ന്യായയുക്തമാണ്. കേരളത്തിലെ ജനങ്ങൾ അത് മനസ്സിലാക്കി രാഷ്ട്രീയ വ്യത്യാസമില്ലാതെ അതിന് പിന്തുണ നൽകി. പക്ഷേ അവരുടെ കണ്ണീര് കാണാൻ സർക്കാരിന് കഴിഞ്ഞില്ല. LDFന്റെ ജാഥ UDF ജാഥയെ വരവറിയിച്ചുകൊണ്ടുള്ള ജാഥ മാത്രമാണ്. NGO അസോസിയേഷന്റെ ജാഥ UDF ജാഥയ്ക്ക് കരുത്ത് പകരുന്ന, ആശംസ അറിയിക്കുന്ന ജാഥയാണ് എന്ന കാര്യത്തിൽ സംശയമില്ല. സർക്കാർ ജീവനക്കാരുടെ മനസ്സിതിന്റെ കൂടെയാണ്. കേരളത്തിലെ സർക്കാർ ജീവനക്കാർ ഒരുപക്ഷെ NGO അസോസിയേഷനിൽ അംഗങ്ങളല്ലെങ്കിൽ പോലും അവരുടെ മനസാക്ഷി ഈ ജാഥയുടെ കൂടെയാണ്. ഈ ജാഥയാണ് സത്യസന്ധമായ കാര്യങ്ങൾ ഉന്നയിക്കുന്ന ജാഥ എന്ന് മനസ്സിലാക്കുന്നു. അവരുടെ വോട്ട് നമുക്കായിരിക്കും. അല്ലെങ്കിൽ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ ഇങ്ങനെ വിജയിക്കാൻ കഴിയുമായിരുന്നില്ല. ആ വിജയം ആവർത്തിക്കാൻ നമുക്ക് സാധിക്കും എന്ന വിശ്വാസത്തോടെ നിങ്ങളുടെ പ്രയാസങ്ങൾക്ക് പരിഹാരമുണ്ടാക്കാൻ കേരളത്തിലെ ഐക്യജനാധിപത്യ മുന്നണി പ്രതിജ്ഞാബദ്ധമാണ്. DCC പ്രസിഡന്റ് PK ഫൈസൽ അധ്യക്ഷത വഹിച്ചു. രാജ്മോഹൻ ഉണ്ണിത്താൻ MP മുഖ്യപ്രഭാഷണം നടത്തി. കാസർഗോഡ് MLA NA നെല്ലിക്കുന്ന്, KPCC ഭാരവാഹികളായ ഹക്കീം കുന്നിൽ, K നീലകണ്ഠൻ, ബാലകൃഷ്ണൻ പെരിയ, അഡ്വക്കേറ്റ് അനിൽ ബോസ്, UDF കൺവീനർ A ഗോവിന്ദൻ നായർ, DCC ഭാരവാഹികളായ B പ്രദീപ് കുമാർ, MC പ്രഭാകരൻ, യൂത്ത് കോൺഗ്രസ് ജില്ലാ പ്രസിഡന്റ് കാർത്തികേയൻ പെരിയ, മഹിളാ കോൺഗ്രസ് പ്രസിഡന്റ് മിനി ചന്ദ്രൻ, ബ്ലോക്ക് കോൺഗ്രസ് പ്രസിഡന്റുമാരായ KV ഭക്തവത്സലൻ, രാജീവൻ നമ്പ്യാർ, ജാഥ ക്യാപ്റ്റൻ AM ജാഫർ ഖാൻ,
വൈസ് ക്യാപ്റ്റൻ AP സുനിൽ, മാനേജർ VP ബോബിൻ, ജാഥ സ്ഥിരാംഗങ്ങളായ B പ്രദീപ് കുമാർ, GS ഉമാശങ്കർ, ജില്ലാ പ്രസിഡന്റ് AT ശശി, സെക്രട്ടറി VTP രാജേഷ് തുടങ്ങിയവർ സംസാരിച്ചു. കലാജാഥയുടെ ഭാഗമായി കലാസാംസ്കാരിക വേദി അരങ്ങ് അവതരിപ്പിച്ച 10ൽ മാർക്കെത്ര എന്ന നാടകവും അരങ്ങേറി. ന്യൂസ് ബ്യൂറോ, കാസർഗോഡ്. വെളുത്ത കോട്ടുകൾ ധരിച്ച് സേവനസന്നദ്ധരായി കുട്ടി ഡോക്ടർമാർ ഇനി ഹൈസ്കൂളുകളിലെത്തും. പ്രവൃത്തി ദിവസങ്ങളിൽ സഹപാഠികളെ കേൾക്കുകയും പരിഹാരമാർഗം തേടുകയും ചെയ്യുക എന്നതാണ് കുട്ടി ഡോക്ടർമാരുടെ മുഖ്യ ചുമതല. 8ാം തരത്തിൽ പഠിക്കുന്ന തെരഞ്ഞെടുക്കപ്പെട്ട വിദ്യാർത്ഥികൾക്കാണ് 3 ദിവസം നീളുന്ന ആരോഗ്യ കേരളം കൗമാര ആരോഗ്യ പദ്ധതിയിലൂടെ പരിശീലനത്തിന് തുടക്കമിട്ടത്. രാഷ്ട്രീയ കിഷോർ സ്വാസ്ഥ്യ കാര്യക്രമം പിയർ എഡ്യൂക്കേറ്റേഴ്സ് ബ്ലോക്ക് തല പരിശീലന പരിപാടി ചെറുവത്തൂർ കുടുംബാരോഗ്യ കേന്ദ്രം കോൺഫറൻസ് ഹാളിലാണ് നടന്നുവരുന്നത്. ഞാനും എൻ്റെ കൂട്ടുകാരും എന്നു പേരിട്ട പരിശീലനത്തിൽ വളർച്ച, ആരോഗ്യവും ആനന്ദവും, ആരോഗ്യകരമായ ശീലങ്ങൾക്ക് ആരോഗ്യമുള്ള മനസ്സ്, പ്രജനന ലൈംഗിക ആരോഗ്യം, കൗമാരത്തിൽ അതിക്രമങ്ങളോടുള്ള പ്രതിരോധം, എൻ്റെ അവകാശങ്ങളും അർഹതകളും, ആരോഗ്യവും പരിസരവും തുടങ്ങിയവ ഉൾപ്പെടുന്നു. 8ാം തരത്തിൽ പഠിക്കുന്നവരായ 70 വിദ്യാർത്ഥികളാണ് കുട്ടി ഡോക്ടർമാരുടെ പരിശീലന ക്യാമ്പിൽ പങ്കെടുക്കുന്നത്. പരിശീലന പരിപാടി സംസ്ഥാന സ്കൂൾ കായികമേളയിൽ ഡിസ്കസ് ത്രോയിൽ റെക്കോർഡ് നേടിയ കായിക താരം T സോന മോഹൻ ഉദ്ഘാടനം ചെയ്തു. ആദ്യം ഒരു ഫ്രണ്ടായിട്ട് കാണുന്നത് നമ്മൾ പേരൻസിനെ തന്നെയാണ്. ആദ്യം പേരൻസിനോടാണ് നമ്മൾ എല്ലാ കാര്യം പറയേണ്ടത്. എൻ്റെ അക്കാദമിയിൽ ഞാനിപ്പോൾ പ്രാക്ടീസ് ചെയ്യാൻ പോയിട്ട് 2.5 വർഷമായിട്ടുണ്ട്. അവിടെ പോയത് മുതൽ ഒത്തിരി മാറ്റങ്ങളാണ് ലൈഫിലേക്ക് വരുന്നത്. അക്കാദമിയിൽ നമ്മൾ പേരൻസിനോട് സംസാരിക്കുന്നതിനെക്കാട്ടി കൂടുതൽ ഞാൻ സംസാരിക്കുന്നത് എൻ്റെ സാറിനോടാണ്. ജസ്റ്റ് ഫേസ് ഒന്ന് മാറിയാൽ മതി, അല്ലെങ്കിൽ ഒരു വർക്കൗട്ടിൽ എന്തെങ്കിലും ചെറിയൊരു മിസ്റ്റേക്ക് വന്നാൽ പോലും അത് കണ്ടെത്തിയിട്ട് അത് എന്തുകൊണ്ടാണ് അങ്ങനെ സംഭവിച്ചു എന്നുള്ളത് ഫുള്ള് ക്ലിയർ ആയിട്ട് അവിടെ പറയാണ്ട് അവിടെ ഒരു സാധനം നമുക്ക് പിന്നെ തുടങ്ങാൻ കഴിയില്ല. വർക്കൗട്ടിലേക്ക് ഇനി കടക്കാൻ വേണ്ടിയിട്ട് പറ്റില്ല. അത്രത്തോളം സ്ട്രിക്റ്റ് ആയിട്ടാണ് നമ്മൾ അക്കാദമിയിൽ പോകുന്നത്. അതുകൊണ്ട് തന്നെ എല്ലാം തുറന്നു പറയാനും മൈൻഡിൽ ഒന്നിനോട് മാത്രം കോൺസെൻട്രേറ്റ് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് ഇപ്പോൾ സാധിക്കുന്നുണ്ട്. അതുപോലെ നിങ്ങളെല്ലാവരും നിങ്ങളുടെ മൈൻഡിലുള്ള കാര്യം ആരോടൊക്കെ ആയിട്ട് നിങ്ങൾ തുറന്നു പറയാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക. ബ്ലോക്ക് കുടുംബാരോഗ്യ കേന്ദ്രം മെഡിക്കൽ ഓഫീസർ ഡോക്ടർ TA രാജ്മോഹൻ അധ്യക്ഷത വഹിച്ചു. ഹെൽത്ത് ഇൻസ്പെക്ടർമാരായ PK മധു, PV മഹേഷ് കുമാർ, ജൂനിയർ ഹെൽത്ത് ഇൻസ്പെക്ടർ PM തോമസ്, ഹെൽത്ത് നഴ്സ് P സുമ, പ്രോഗ്രാം കോർഡിനേറ്റർ V പ്രീത എന്നിവർ സംസാരിച്ചു. നീലേശ്വരം ബ്ലോക്ക് പഞ്ചായത്ത് കൗമാര ആരോഗ്യ പദ്ധതിയായ തളിരിൽ ഉൾപ്പെടുത്തിയാണ് പിയർ എഡ്യൂക്കേറ്റേഴ്സിന് യൂണിഫോം കോട്ട് നൽകിയത്. RKSK പദ്ധതി വഴി ബാഗും റഫറൽ ബുക്കുകളും മാർക്കറ്റുകളും കുട്ടികൾക്ക് വിതരണം ചെയ്തു. ഫെബ്രുവരി 2ാം വാരത്തിൽ ആദ്യഘട്ടമായി ബ്ലോക്കിന് കീഴിലുള്ള 12 ഹൈസ്കൂളുകളിൽ വെളുത്ത കോട്ട് ധരിച്ച കുട്ടി ഡോക്ടർമാർ പ്രാക്ടീസ് തുടങ്ങും. ഉറുമീസ് തൃക്കരിപ്പൂർ, ന്യൂസ് ബ്യൂറോ, ചെറുവത്തൂർ. ശോഭിക വെഡ്ഡിംഗ് ഷോറൂം ശനിയാഴ്ച കാസർഗോഡ് പ്രവർത്തനം ആരംഭിക്കും. കേരളത്തിലെ വസ്ത്രവ്യാപാര രംഗത്ത് പുതുമയാർന്ന ആശയങ്ങളുമായി മുന്നേറുന്ന ശോഭികയുടെ ഏറ്റവും വലിയ ഷോറൂമാണ് കാസർഗോഡ് പ്രവർത്തനം ആരംഭിക്കുന്നത്. വസ്ത്രവ്യാപാര രംഗത്ത് പാരമ്പര്യത്തിന്റെ പകിട്ടിൽ തിളങ്ങുന്ന ശോഭിക വെഡ്ഡിംഗ്സിന്റെ 7ാമത് ഷോറൂം കാസർഗോഡ് MG റോഡിൽ പ്രവർത്തനം ആരംഭിക്കുന്നു. ഫെബ്രുവരി 7 ശനിയാഴ്ച രാവിലെ 10:30 സയ്യിദ് പാണക്കാട് മുനവറലി ശിഹാബ് തങ്ങൾ ഉദ്ഘാടനം നിർവഹിക്കും. രാജ്മോഹൻ ഉണ്ണിത്താൻ MP, MLA മാരായ NA നെല്ലിക്കുന്ന്, AKM അഷ്റഫ്, CH കുഞ്ഞമ്പു, M രാജഗോപാലൻ, E ചന്ദ്രശേഖരൻ, ഭാഗീരഥി മുരള്ളിയ, കർണാടക സ്പീക്കർ UT ഖാദർ, കാസർഗോഡ് മുനിസിപ്പാലിറ്റി ചെയർപേഴ്സൺ ഷാഹിന സലീം, വൈസ് ചെയർമാൻ KM ഹനീഫ, വാർഡ് കൗൺസിലർ രാജേഷ് അമൈ, KVVS സ്റ്റേറ്റ് പ്രസിഡന്റ് K അഹമ്മദ് ഷെരീഫ് എന്നിവരും മറ്റു സാമൂഹ്യ രാഷ്ട്രീയ നേതാക്കളും ചടങ്ങിൽ പങ്കെടുക്കും. കാസർഗോഡ് 1,00,000 സ്ക്വയർ ഫീറ്റിൽ 4 നിലകളിലായൊരുക്കിയ വിശാലമായ ഷോറൂമിൽ പരമ്പരാഗത വസ്ത്രങ്ങളോടൊപ്പം ആധുനിക ട്രെൻഡി കളക്ഷനുകളുടെ അതിവിപുലമായ ശേഖരമാണ് ഒരുക്കിയിരിക്കുന്നത്. ബ്രൈഡൽ സോൺ, ലഹങ്ക, സാരികൾ, മെൻസ് വെഡ്ഡിംഗ്, സൽവാർ, പാർട്ടി വെയർ, മെൻസ് വെയർ, ലേഡീസ് വെയർ, കിഡ്സ് ആൻഡ് ന്യൂ ബോൺ, ഫുട്വെയർ, ഫാൻസി, ഹോം ഡെക്കർ, വാച്ചുകൾ, പെർഫ്യൂം തുടങ്ങി വിവാഹത്തിനാവശ്യമായ എല്ലാം ഒരിടത്ത് ലഭ്യമാകുന്ന കംപ്ലീറ്റ് വെഡ്ഡിംഗ് മാൾ എന്ന ആശയത്തിലാണ് ശോഭിക കാസർഗോഡ് എത്തുന്നത്. ശോഭിക ഗ്രൂപ്പ് ആദ്യമായിട്ട് തുടങ്ങുന്നത് വയനാട്ടിൽ നിന്നും ഒരു 50 സ്ക്വയർ ഫീറ്റുള്ള ഒരു ഷോറൂം എന്ന രീതിയിലാണ് ആരംഭം. അത് ആരംഭിച്ച് ഇന്ന് 7ാമത്തെ ഷോറൂമാണ്. ഫാഷൻ്റെ
തലസ്ഥാനമായിട്ടുള്ള ഈ കാസർഗോഡിലേക്ക് എത്തിച്ചേർന്നത്. ശോഭിക വ്യത്യസ്തമാവുന്നത് എവിടെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒന്ന് ഫാഷനിലാണ്. ഏറ്റവും പുതിയ ട്രെൻഡുകൾ അവതരിപ്പിക്കുക എന്നുള്ളതാണ് ഒരു പ്രധാന ഫോക്കസ്. രണ്ടാമത്തത് മാർക്കറ്റിൽ ഏറ്റവും കുറഞ്ഞ വിലയിൽ നല്ല ക്വാളിറ്റിയുള്ള പ്രൊഡക്റ്റ് മാർക്കറ്റിലെ ജനങ്ങളിലേക്ക് എത്തിക്കുക എന്നുള്ളതാണ് രണ്ടാമത്തെ ഒരു ക്വാളിറ്റി ആയിട്ട് നമ്മൾ മുന്നോട്ട് വെക്കുന്നത്. ഒരുപാട് വർഷങ്ങളായിട്ട് ഞങ്ങൾ ഫോക്കസ് ചെയ്തതാണ് കേരളത്തിൻ്റെ ഫാഷൻ ട്രെൻഡ് തുടങ്ങുന്ന സ്ഥലം. എല്ലാവർക്കും അറിയുന്നുണ്ടാവും, കാസർഗോഡാണ്. പലപ്പോഴും ഇവിടെ ഒരു ട്രെൻഡ് സെറ്റ് ചെയ്തിട്ട് ഒരുപാട് സമയത്തിന് ശേഷമാണ് ബാക്കിയുള്ള ജില്ലകളിലേക്കൊക്കെ ആ ട്രെൻഡ് എത്തി വരുന്നത്. അപ്പോൾ അത്രയും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഫാഷൻ, അത്രയും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു സ്ഥലത്തേക്ക് എത്താൻ കഴിഞ്ഞതിൽ വളരെ സന്തോഷമുണ്ട്. ഇപ്പോൾ 7-ാം തീയതി ശനിയാഴ്ച 10:30-ക്കാണ് നമ്മൾ ഇനാഗ്രേഷൻ ടൈം കണ്ടത്. അത് ഇവിടെയുള്ള കാസർഗോഡുള്ള ഈ എല്ലാ മേഖലയിലുള്ള ആളുകളെയും ജനപ്രതിനിധികളെയും നിങ്ങളുടെയും മറ്റുള്ള എല്ലാ സൊസൈറ്റി ക്ലബ്ബുകൾ അങ്ങനത്തെ റിലേറ്റഡ് ആയിട്ടുള്ള എല്ലാവരെയും, പിന്നെ വ്യാപാരി വ്യവസായ സംഘടനകൾ അത് റിലേറ്റഡ് ആയിട്ടുള്ള എല്ലാവരെയും ഉൾക്കൊള്ളിച്ചു കൊണ്ടിട്ടാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. ഉപഭോക്താക്കളുടെ ഇഷ്ടാനുസരണം വസ്ത്രങ്ങൾ കസ്റ്റമൈസ് ചെയ്യുന്നതിനുള്ള സൗകര്യവും ശോഭികയിലുണ്ട്. ഉദ്ഘാടന ദിനത്തിൽ പ്രത്യേക സമ്മാനങ്ങളും ഒരുക്കിയിട്ടുണ്ട്. ചടങ്ങിൽ പങ്കെടുക്കുന്നവർക്കായി ലൈവ് നറുക്കെടുപ്പിലൂടെ ആകർഷകമായ സമ്മാനങ്ങളും നൽകും. നറുക്കെടുപ്പിൽ തിരഞ്ഞെടുക്കപ്പെടുന്നവർക്ക് ഒന്നാം സമ്മാനമായി 25,000 രൂപ വീതം 4 പേർക്കും, രണ്ടാം സമ്മാനമായി ഒരു ഡയമണ്ട് നെക്ലേസും നൽകും. ഉദ്ഘാടന ദിവസം വൈകിട്ട് 6 മണിക്ക് അക്ബർ ഖാൻ നയിക്കുന്ന മ്യൂസിക് നൈറ്റും ഉണ്ടാകും. ശോഭിക ഡയറക്ടർമാരായ ഷിഹാബ് കല്ലിൽ, ഇർഷാദ് ഫജർ, ഷംസു കല്ലിൽ, ഹാഷിർ ഫജർ എന്നിവരും ജനറൽ മാനേജർ റിഷാദ് എ, ഷോറൂം മാനേജർ അംജദ് അലി എന്നിവരും വാർത്താ സമ്മേളനത്തിൽ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, കാസർഗോഡ്. കേന്ദ്ര സർക്കാർ ബജറ്റിൽ കേരളത്തോട് കാണിച്ച കൊടിയ അവഗണനയിൽ പ്രതിഷേധം ശക്തം. CITU കാസർഗോഡ് ഏരിയ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ കേന്ദ്ര സർക്കാർ ബജറ്റിന്റെ കോപ്പി കത്തിച്ചു. കേന്ദ്ര സർക്കാർ ബജറ്റിൽ കേരളത്തോട് കാണിച്ച കൊടിയ അവഗണനയിൽ പ്രതിഷേധിച്ചുകൊണ്ട് കാസർഗോഡ് ടൗണിൽ CITU കാസർഗോഡ് ഏരിയ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ കേന്ദ്ര സർക്കാർ ബജറ്റിന്റെ കോപ്പി കത്തിച്ചു. CITU സംസ്ഥാന സെക്രട്ടറി TK രാജൻ ഉദ്ഘാടനം ചെയ്തു. ദേശീയമായി ലഭിക്കുന്ന വരുമാനം തുല്യമായി വിധിക്കാനും എല്ലാവരെയും തുല്യരായി കാണുക എന്നതാണ് സാധാരണ ഈ ബഡ്ജറ്റിലൂടെ ചെയ്യുന്നത്. നിർഭാഗ്യവശാൽ ഇത്തവണത്തെ ബഡ്ജറ്റിൽ BJP എന്ന രാഷ്ട്രീയ കക്ഷി അവരുടെ വർഗസ്വഭാവം പൂർണ്ണമായും തെളിയിച്ചിരിക്കുകയാണ്. രാജ്യത്തെ ശതകോടീശ്വരന്മാർക്ക് എല്ലാവിധ ആനുകൂല്യങ്ങളും ലഭിക്കാത്ത വിധത്തിൽ ഇന്ത്യൻ പാർലമെൻറ്റിൽ അവതരിപ്പിച്ച ബഡ്ജറ്റ് ക്രമീകരിച്ചിരിക്കുകയാണ്. ശതകോടീശ്വരന്മാർക്ക് എല്ലാവിധ ആശ്വാസവും ഞാൻ പറഞ്ഞത് അവർക്ക് 1% പോലും നികുതി എവിടെയും കൂട്ടിയിട്ടില്ല. സാധാരണ ജനങ്ങളെ ജീവിതം തകർക്കുന്ന രൂപത്തിലാണ് നികുതി ഘടന. അതുമായി ബന്ധപ്പെട്ട് ജനങ്ങൾക്ക് ആശ്വാസം പകരുന്ന പദ്ധതി ഒന്നും തന്നെ ബഡ്ജറ്റ് പ്രഖ്യാപിച്ചിട്ടില്ല. അതോടൊപ്പം ഏറ്റവും ക്രൂരമായ വസ്തുത, കേരളമെന്ന ഈ സംസ്ഥാനത്തോട് 3.5 കോടി വരുന്ന കേരളത്തിലെ ജനങ്ങളെ പൂർണ്ണമായും കേന്ദ്ര ഗവൺമെൻറ് വെല്ലുവിളിച്ചിരിക്കുക. നമ്മുടെ ഈ ഇന്ത്യ രാജ്യത്തിൻ്റെ ഭാഗമാണ്. ഈ ഇന്ത്യ രാജ്യം നമ്മുടെ രാജ്യമാണ്. ആ രാജ്യത്തിൻ്റെ ബഡ്ജറ്റ് അവതരിപ്പിക്കുമ്പോൾ നമ്മളെ പരിഗണിക്കണ്ടേ? പരിഗണിച്ചില്ലെന്ന് മാത്രമല്ല, നമ്മൾ അപമാനിക്കുകയാണ് ചെയ്തത്. കേരളത്തിലെ ഗവൺമെൻറ്റും MPമാരും സംയുക്തമായി മുഖ്യമന്ത്രിയുടെ നേതൃത്വത്തിൽ 29ഓളം ആവശ്യങ്ങൾ ബഡ്ജറ്റ് മുമ്പ് എഴുതി കൊടുത്തു. താഴെ പറയുന്ന ആവശ്യങ്ങൾ നിങ്ങൾ പരിഗണിക്കണം, ഞങ്ങളെ പരിഗണിക്കണം, ഞങ്ങൾ ജനങ്ങളെ ദുരിതത്തിലേക്ക് തള്ളിവിടാൻ വേണ്ടി പാടില്ല എന്ന അഭ്യർത്ഥനയാണ് ആ നിവേദനത്തിലുണ്ടായത്. നോക്കൂ പ്രിയപ്പെട്ടവർ, ഏതെങ്കിലും ഒരു കാര്യം അംഗീകരിക്കുന്നതിന് തയ്യാറായില്ല. കേരളത്തിലെ സാധാരണ ജനങ്ങൾക്ക് ആരോഗ്യവുമായി ബന്ധപ്പെട്ട പ്രശ്നം ഇന്ത്യയിലെ എല്ലാ സംസ്ഥാനത്തും എയിംസ് എന്ന് പറയുന്ന ആരോഗ്യ കേന്ദ്രമുണ്ട്, മെഡിക്കൽ കോളേജുണ്ട്, സൗകര്യങ്ങളുണ്ട്. പക്ഷേ നിരവധി വർഷക്കാലമായി 150ഓളം ഏക്കർ സ്ഥലം വാങ്ങി എല്ലാവിധ ഭൗതിക സാഹചര്യങ്ങളും ഒരുക്കി കേരളത്തിലേക്ക് ജനങ്ങൾ കാത്തു നിൽക്കുകയാണ്. BJP ഗവൺമെൻറ് അധികാരത്തിൽ വന്ന് 10 വർഷമായി. എല്ലാ വർഷവും എയിംസ് അനുവദിക്കും, മെഡിക്കൽ കോളേജ് അനുവദിക്കുമെന്ന് പറയുന്നതല്ലാതെ ഇത്തവണയും എയിംസിനെ പറ്റി മിണ്ടുന്നില്ല. എയിംസ് വരുമെന്നാണ് സുരേഷ് ഗോപി എന്ന് പറഞ്ഞ മന്ത്രി നമ്മളോട് പ്രഖ്യാപിച്ചത്. വന്നില്ലെന്ന് മാത്രമല്ല, ആരോഗ്യരംഗത്ത് ജനങ്ങൾക്ക് ആവശ്യമായ രൂപത്തിലുള്ള ചികിത്സക്കാവശ്യമായ പണം നീക്കിവെക്കുന്ന കാര്യത്തിൽ നമ്മളോട് അവഗണന കാണിക്കും. രാജ്യത്തിൻ്റെ ഒരു മേഖലയിലും വികസന രംഗത്ത് കാർഷിക രംഗത്ത് കൃഷിക്കാരോട് യുദ്ധം പ്രഖ്യാപിക്കുകയാണ് ചെയ്തത്. കാർഷിക ഉൽപ്പന്നങ്ങൾ ന്യായവില ലഭ്യമാക്കാനും അവർക്ക് ന്യായവിലക്ക് വിത്തും വളവും കീടനാശിനി കൊടുക്കേണ്ട കാർഷിക പാക്കേജ് ബഡ്ജറ്റിനകത്ത് മിണ്ടുന്നതേയില്ല. നമ്മുടെ രാജ്യത്തെ തൊഴിലാളി ചെറുപ്പക്കാർ. പ്രസിഡന്റ് A നാരായണൻ അധ്യക്ഷത വഹിച്ചു. AR ധന്യവാദ്, PV കുഞ്ഞമ്പു എന്നിവർ സംസാരിച്ചു. K രവീന്ദ്രൻ സ്വാഗതം പറഞ്ഞു.
ന്യൂസ് ബ്യൂറോ, കാസർഗോഡ്. കുളിരിശൽ മകരക്കുളിരിൽ പാടിയും പറഞ്ഞും ഒരു രാത്രി എന്ന പരിപാടി ഇശൽ മഴയുടെ മധുരാനുഭവം പകർന്നു. തനിമ കലാസാഹിത്യവേദി മൊഗ്രാൽ പുത്തൂർ കുന്നിൽ CH ലൈബ്രറിയുമായി സഹകരിച്ചാണ് മനോഹരമായ ഈ പരിപാടി സംഘടിപ്പിച്ചത്. മകളായി ശയിപ്പം രാജവിൽ നാടുവൻ പോരവലുപ്പം പദവയസണ ഭാമചരുപ്പം ചെറുപ്പം കൂളർ തങ്ങൾ ഇടയാകുമോ. തനിമ കലാസാഹിത്യവേദി മൊഗ്രാൽ പുത്തൂർ കുന്നിൽ CH ലൈബ്രറിയുമായി സഹകരിച്ച് നടത്തിയ കുളിരിശൽ മാപ്പിളപ്പാട്ടിനെ പാടിയും പറഞ്ഞും ഒരു രാത്രി എന്ന പരിപാടി കുന്നിൽ യട്രസ് വില്ല ഓഡിറ്റോറിയത്തിൽ തിങ്ങി നിറഞ്ഞ ആസ്വാദകർക്ക് മുന്നിൽ കുളിരായി പെയ്തിറങ്ങി. കുളിരിശൽ മകരക്കുളിരിൽ പാടിയും പറഞ്ഞും ഒരു രാത്രി എന്ന ഈ പരിപാടി ഒരു നാടിനെയാകെ ഇശൽ മഴയിൽ നനയിച്ചു. മകരമാസക്കുളിരിൽ ഇശലിൻ്റെ മധുരം പതിയെ സദസ്സിൽ പെയ്തിറങ്ങിയപ്പോൾ ആ സംഗീത നിറവിൽ ഏവരും ലയിച്ചു. മാപ്പിളപ്പാട്ടിൻ്റെ ചരിത്രവും മധുരമുള്ള ഈരടികളും പാടിയും പറഞ്ഞും ലോകപ്രശസ്ത കാലിഗ്രാഫറും മാപ്പിളപ്പാട്ട് ചരിത്രകാരനുമായ ഖലീലുല്ലാഹു ചമ്മനാടും മാപ്പിളപ്പാട്ട് ഗവേഷകനും ഗായകനുമായ യൂസഫ് കട്ടത്തെടുക്കയും പരിപാടിക്ക് നേതൃത്വം നൽകി. മൊഗ്രാൽ പുത്തൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് KA അബ്ദുല്ല കുഞ്ഞി മനോഹരമായ ഈ പരിപാടിയുടെ ഉദ്ഘാടനം നിർവഹിച്ചു. അഷ്റഫ് അലി ചേരങ്കൈ ആമുഖ ഭാഷണം നടത്തി. വിദ്യാഭ്യാസ പ്രവർത്തകനും മൊഗ്രാൽ പുത്തൂർ പഞ്ചായത്ത് ആസൂത്രണ സമിതി വൈസ് ചെയർമാനായി തെരഞ്ഞെടുക്കപ്പെടുകയും ചെയ്ത MA നജീബിനും സാമൂഹ്യ പ്രവർത്തകൻ മാഹിൻ കുന്നിൽ, കാരുണ്യ മേഖലയിലെ പ്രവർത്തകൻ അഷ്റഫ് യട്രസ് വില്ല എന്നിവർക്കും തനിമയുടെ ഉപഹാരം യഥാക്രമം പഞ്ചായത്ത് പ്രസിഡന്റ് KA അബ്ദുല്ല കുഞ്ഞി, ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ മാഷിദ മുഹമ്മദ്, വാർഡ് മെമ്പർ ഷമീമ സിദ്ദിഖ് എന്നിവർ നൽകി. ഖലീലുല്ലാഹു ചമ്മനാടിനും യൂസഫ് കട്ടത്തടുക്കയ്ക്കുമുള്ള സ്നേഹോപഹാരം തനിമ ട്രഷറർ BK മുഹമ്മദ് കുഞ്ഞി സമ്മാനിച്ചു. തനിമ കലാസാഹിത്യവേദി പ്രസിഡന്റ് അബൂത്വായി സ്വാഗതവും കുന്നിൽ CH ലൈബ്രറി ആൻഡ് റീഡിംഗ് റൂം ജനറൽ സെക്രട്ടറി MA നജീബ് നന്ദിയും പറഞ്ഞു. ഇച്ഛയുള്ളവர்கள் കുട്ടികൾ വേണ്ട, നിക്ഷയമേ നടുവിട്ടടുക്കേണ്ട, ഒച്ച കുറഞ്ഞവരും കയറേണ്ട, കൈകൊട്ടും വീശൽ പാട്ടും പാടിത്തും കൊണ്ട് കരുത്തുള്ള വിഭുക്കന്മാരാർക്ക് വേണ്ടും. ന്യൂസ് ബ്യൂറോ, കാസർഗോഡ്. കാറുകൾ അപൂർവമായിരുന്ന കാലത്ത് തന്റെ കാറിലൂടെ ഒരു നാടിനെയാകെ ആശ്രയമായി മാറിയിരുന്ന ആലമ്പാടിയിലെ കാർ അന്തോൻച്ചയുടെ വ്യത്യസ്തമായ ജീവിതത്തിന്റെ കഥ പറയുന്ന ഒരു നാടിന്റെ കാർ എന്ന പുസ്തകം പ്രകാശനം ചെയ്തു. അബുദാബി ഹംദാൻ സ്പൈസി കഫേ ഹാളിലായിരുന്നു പരിപാടി സംഘടിപ്പിച്ചത്. വ്യവസായ പ്രമുഖനും സൈഫ് ലൈൻ ബിസിനസ് ഗ്രൂപ്പ് MDയുമായ ഡോക്ടർ അബൂബക്കർ കുറ്റിക്കോൽ പ്രകാശനം നിർവഹിച്ചു. ലുലു മാൾ മദീനത്ത് സായിദ് ജനറൽ മാനേജർ അബ്ദുൾ ഗഫൂർ പരിപാടി ഉദ്ഘാടനം ചെയ്തു. രചയിതാവ് എബി കുട്ടിയാനും പുസ്തകം പരിചയം നടത്തി. മുഹമ്മദ് ആലമ്പാടി അധ്യക്ഷത വഹിച്ചു. CL ലത്തീഫ് സ്വാഗതം പറഞ്ഞു. സ്കൈ ഗ്രൂപ്പ് MD ഷെരീഫ് കോളിയാട്, ലീൻ ഗ്രൂപ്പ് ഡയറക്ടർ ഹസീബ് അതിഞ്ഞാൽ, ബെസ്റ്റ് ടീ കഫേ ഡയറക്ടർ ഖാദർ ബേക്കൽ, KMCC നേതാക്കളായ ഹനീഫ് പടിഞ്ഞാർമൂല, അസീസ് പെർമുദെ, അനീസ് മാങ്ങാട്, ഉംബു ഹാജി പെർല, ഹനീഫ് മാങ്ങാട് എന്നിവർ സംസാരിച്ചു. ന്യൂസ് ബ്യൂറോ, കാസർഗോഡ്. രുചിയുടെ രസക്കൂട്ടൊരുക്കി അങ്കടിമുഗർ ഗവൺമെന്റ് ഹയർ സെക്കൻഡറിയിൽ ഭക്ഷ്യമേള സംഘടിപ്പിച്ചു. 9ാം തരത്തിലെ മലയാളം പാഠപുസ്തകത്തിലെ ആരോഗ്യത്തിന്റെ രസക്കൂട്ടുകൾ എന്ന യൂണിറ്റുമായി ബന്ധപ്പെട്ട പഠന പ്രവർത്തനത്തിന്റെ ഭാഗമായാണ് ഭക്ഷ്യമേള സംഘടിപ്പിച്ചത്. 3 ഡിവിഷനുകളിൽ നിന്നായി 75ഓളം കുട്ടികൾ ഓട്ടട, കലത്തപ്പം, ഉള്ളിവട, കിഴങ്ങുവട, പഴംപൊരി, ഇലയപ്പം, പരിപ്പുവട തുടങ്ങി 30ഓളം നാടൻ പലഹാരങ്ങൾ വീട്ടിൽ നിന്നുണ്ടാക്കി കൊണ്ടുവന്നു. അവ കൃത്യമായി പ്രദർശനത്തിനൊരുക്കി. ഫാസ്റ്റ് ഫുഡ് ഇഷ്ടപ്പെടുന്ന പുതിയ തലമുറയിലെ കുട്ടികൾക്ക് ഇതൊരു കൗതുകമായി മാറി. 9 B ഡിവിഷൻ കുട്ടികൾ യമ്മി ടമ്മി എന്ന പേരിൽ ശാസ്ത്രവിഷയത്തെ അടിസ്ഥാനമാക്കി പഴം, പച്ചക്കറി സാലഡുകൾ, ശംഖുപുഷ്പ ജ്യൂസ്, മിന്റ് പാനീയങ്ങൾ, വെള്ളരി മിൽക്ക് ഷേക്ക് എന്നിവ തയ്യാറാക്കിയത് നവ്യാനുഭവമായി.
PTA പ്രസിഡന്റ് ബഷീർ കോട്ടുടൽ മേള ഉദ്ഘാടനം ചെയ്തു. ഇങ്ങനെ എല്ലാ കുട്ടികളും ഇത് കൊണ്ടുവരാറുണ്ട്. ഞാൻ വിചാരിച്ച അതിന്റെ ഭാഗമായിരിക്കും, പക്ഷെ ഇത് അങ്ങനെയല്ല. പുതിയ പുതിയ പാഠ്യ പദ്ധതികളാണ് ഇപ്പോൾ നമുക്ക് വരുന്നത്. ഇനിയിപ്പോ അടുത്ത അധ്യയന വർഷം ഇതിനേക്കാളും പുതിയ രീതിയിലുള്ള കുറെ സംഭവങ്ങൾ വരാൻ പോവുകയാണ്. വിദ്യാഭ്യാസം എന്ന് പറയുമ്പോൾ ഇപ്പോ നമ്മുടെ കേരളത്തിന്റെ വിദ്യാഭ്യാസം ഇന്ന് വലിയ രീതിയിൽ ചർച്ച ചെയ്യപ്പെടുന്നുണ്ട്. നമ്മുടെ മറ്റ് സംസ്ഥാനങ്ങളെ പോലെയല്ല കേരളം. അപ്പൊ നിങ്ങൾ തന്നെ ഇപ്പൊ ഏതെങ്കിലും ഈ ഒരു നാട്ടിൽ പോയെങ്കിലും പ്രിൻസിപ്പൽ ദീപ KV ആശംസ അറിയിച്ചു. പ്രഥമാധ്യാപകന്റെ ചാർജുള്ള മുഹമ്മദ് സയ്യിദ് സ്വാഗതം പറഞ്ഞു. അധ്യാപകരായ ദീപ, ധന്യശ്രീ, ആമിന കോഴിക്കോടൻ, സ്വാതി, സാബിൻ, അശ്വതി എന്നിവർ പലഹാരമേളയ്ക്ക് നേതൃത്വം നൽകി. ന്യൂസ് ബ്യൂറോ, കാസർഗോഡ്. 10,000ങ്ങൾക്ക് തബറൂക്ക് വിതരണത്തോടെ അഹ്ദൽ ഉറൂസിന് പ്രൗഢസമാപ്തി. സന്നദ്ധാന സമ്മേളനത്തിൽ സമസ്ത പ്രസിഡന്റ് ഇ സുലൈമാൻ മുസ്ലിയാർ സന്നദ്ധാന പ്രഭാഷണം നടത്തി. മുഹിമ്മാത്തുൽ മുസ്ലിമീൻ എഡ്യൂക്കേഷൻ സെന്ററിന്റെ സാരഥിയും ആത്മീയ നേതൃത്വവുമായിരുന്ന സയ്യിദ് ത്വാഹിറുൽ അഹ്ദൽ തങ്ങളുടെ 20ാമത് ഉറൂസ് മുബാറക്കും സന്നദ്ധാന സമ്മേളനവും 10,000ങ്ങൾക്ക് അന്നദാനത്തോടെ സമാപിച്ചു. അഹ്ദലിയ ആത്മീയ സമ്മേളനത്തിൽ മത, സാമൂഹിക, സാംസ്കാരിക രംഗത്തെ പ്രമുഖർ സംബന്ധിച്ചു. മർക്കസ് ഡയറക്ടർ ജനറൽ സി മുഹമ്മദ് ഫൈസി ഉദ്ഘാടനം ചെയ്തു. മുഹിമാത്ത് ജനറൽ സെക്രട്ടറി BS അബ്ദുള്ള കുഞ്ഞി ഫൈസി അധ്യക്ഷത വഹിച്ചു. സമസ്ത പ്രസിഡന്റ് റയീസുൽ ഉലമ ഇ സുലൈമാൻ മുസ്ലിയാർ സന്നദ്ധാന പ്രഭാഷണം നടത്തി. സയ്യിദ് അലി ബാഫഖി തങ്ങൾ, VPM ഫൈസി വില്യപ്പള്ളി, KP അബൂബക്കർ മുസ്ലിയാർ പട്ടുവം, സയ്യിദ് ഹസൻ അഹ്ദൽ തങ്ങൾ, സയ്യിദ് സൈനുൽ ആബിദീൻ തങ്ങൾ എൺമൂർ, മുഹമ്മദ് ഫാസിൽ റസ്വി കാവൽക്കട്ട, സയ്യിദ് ഇബ്രാഹിം ഹാദി തങ്ങൾ ചൂരി, സയ്യിദ് അബ്ദുൾ അസീസ് തങ്ങൾ ഹൈദ്രുസി, ഹാജി അമീർ അലി ചൂരി, മുഹമ്മദ് കുഞ്ഞി സഖാഫി കൊല്ലം, പള്ളങ്കോട് അബ്ദുൾ ഖാദർ മദനി, ഹുസൈൻ സാദി KC റോഡ്, കൊല്ലമ്പാടി അബ്ദുൾ ഖാദർ സാദി, സയ്യിദ് ഹബീബ് അഹ്ദൽ തങ്ങൾ, സയ്യിദ് മുനീറുൽ അഹ്ദൽ തങ്ങൾ, സയ്യിദ് ഹാമിദ് അൻവർ അഹ്ദൽ തങ്ങൾ, സയ്യിദ് ഹുസൈൻ ആമിൻ തങ്ങൾ, CK റാഷിദ് ബുഖാരി, സയ്യിദ് ഖാസിം തങ്ങൾ പാഴൂർ, സയ്യിദ് ജുനൈദ് തങ്ങൾ മാട്ടൂൽ, സയ്യിദ് UPS തങ്ങൾ അർലടുക്ക, മൊയ്തു സാദി ചേരൂർ, കാസിം മദനി കാരായ, AKM അഷ്റഫ് MLA, ഹംസ സഖാഫി ബണ്ട്വൽ, അബ്ദുൽ സലാം ദാരിമി കുബണൂർ, ഇസ്മായിൽ സാദി മള്ളൂർ, ഷെയ്ഖ് ബാവ മംഗലാപുരം, കരീം ഹാജി ചാലിയം, അബ്ദുൾ റഹ്മാൻ അഹ്സനി, അബ്ദുൾ ഖാദർ സഖാഫി, മൂസ സഖാഫി, അബൂബക്കർ കാമിൽ സഖാഫി, ഉമർ സഖാഫി, ലത്തീഫ് സാദി ഉറുമി, സിദ്ദിഖ് മോണ്ടുകോളി, റഫീഖ് സാദി ദേലമ്പാടി, ബഷീർ പുളിക്കൂർ, സുലൈമാൻ കരിവള്ളൂർ, അബ്ദുൾ റസാഖ് സഖാഫി കോട്ടക്കുന്ന്, അബ്ദുൾ ഖാദർ സാദി ചുള്ളിക്കാനം, CN അബ്ദുൾ ഖാദർ മാസ്റ്റർ, അസീസ് കളത്തൂർ തുടങ്ങിയവർ സംബന്ധിച്ചു. 68 ഹിമാമികളും 8 ഹാഫിലിങ്ങളുമാണ് ഈ വർഷം മുഹിമാത്തിൽ നിന്നും മതപഠനം പൂർത്തിയാക്കി സനദ് സ്വീകരിച്ചത്. ന്യൂസ് ബ്യൂറോ, കാസർഗോഡ്. കുമ്പള ആരിക്കാടി ടോൾഗേറ്റ് അടച്ചുപൂട്ടാനുള്ള കേന്ദ്ര സർക്കാർ തീരുമാനത്തെ മൊഗ്രാൽ ദേശീയവേദി സ്വാഗതം ചെയ്തു. സമരസമിതിക്ക് അഭിവാദ്യമർപ്പിച്ച് മൊഗ്രാലിൽ ദേശീയവേദി പ്രവർത്തകർ ആഹ്ലാദ പ്രകടനം നടത്തി. ആരിക്കാടി ടോൾഗേറ്റ് അടച്ചുപൂട്ടാനുള്ള കേന്ദ്ര സർക്കാർ തീരുമാനത്തെ സ്വാഗതം ചെയ്തും സമരസമിതിക്ക് അഭിവാദ്യമർപ്പിച്ചും മൊഗ്രാലിൽ ദേശീയവേദി പ്രവർത്തകർ ആഹ്ലാദ പ്രകടനം നടത്തി.
സമരസമിതി അംഗം ലത്തീഫ് കുമ്പള, നാസർ മൊഗ്രാൽ, നിസാർ പെർവാഡ്, എം മാഹിൻ മാസ്റ്റർ, സയ്യിദ് എ മൊഗ്രാൽ, ടി കെ ജാഫർ, ഹമീദ് കവിൽ, എം എ ആരിഫ്, PTA പ്രസിഡന്റ് ലത്തീഫ് കൊപ്പളം, ഹമീദ് പെർവാഡ്, ടി എ കുഞ്ഞഹമ്മദ് എന്നിവർ സംസാരിച്ചു. ഏതൊരു ജനകീയ മുന്നേറ്റം ഉണ്ടായിക്കഴിഞ്ഞാലും ജനാധിപത്യ ക്രമത്തിൽ ഏത് അധികാരികളും അതിന് മുമ്പിൽ മുട്ടുമടക്കും എന്നുള്ളതിൻ്റെ ഉദാഹരണമാണ് നമ്മുടെ ഈ സമരം. ഇവിടെ കക്ഷി രാഷ്ട്രീയത്തിനനുസരിച്ചിട്ട് മാറി മാറി നിൽക്കാൻ എല്ലാവരും ഒരു പ്രശ്നം വന്നപ്പോൾ ഞങ്ങൾ ഒന്നാണ് എന്ന് കാണിച്ചുകൊണ്ട് വിവിധ രാഷ്ട്രീയ പാർട്ടികൾ, വിവിധ മുന്നണികൾ എല്ലാവരും തന്നെ ഒന്നിച്ചു നിന്നു എന്നുള്ളത് മാത്രമല്ല, മൊഗ്രാലിൻ്റെ അഭിമാനമായിട്ട് നാസർ മൊഗ്രാൽ, താജുദ്ദീൻ, അതേപോലെ നമ്മുടെ ലത്തീഫ്, ഇവരൊക്കെ തന്നെ നമ്മുടെ നാട്ടുകാരൊക്കെ തന്നെ ഈ സമരത്തിൻ്റെ മുൻപന്തിയിലുണ്ടായിരുന്നു. നമ്മളെല്ലാവരും എല്ലാ രാഷ്ട്രീയ കക്ഷി എല്ലാം മറന്നുകൊണ്ട് നമ്മൾ ഒരുമിച്ച് ഇതിന് ഇറങ്ങിയതിൻ്റെ ഫലമാണ് നമുക്ക് അല്ലാതെ സന്തോഷ വാർത്ത ലഭിക്കാവുന്ന സാഹചര്യം. ഇപ്പോൾ നമുക്കറിയാം, നമ്മുടെ ഒരു സഹോദരൻ ഇർഷാദ് എന്ന് പറയുന്ന സഹോദരൻ ഇന്നും ജയിലിലാണ്. കാസർഗോഡ് സബ് ജയിലിൽ ഇന്ന് ഞങ്ങൾ നേരത്തെ വാർത്താസമ്മേളനം കഴിഞ്ഞ ശേഷം അദ്ദേഹത്തെ സന്ദർശിച്ചിരുന്നു. അദ്ദേഹം പറഞ്ഞത്, ഈ ടോൾ പ്ലാസ നിർത്തലാക്കിയതോടുകൂടി ഇനി എത്ര ദിവസം വേണമെങ്കിലും ഞാൻ ജയിലിൽ കിടക്കാൻ തയ്യാറാണ്, അത് നാട്ടുകാർക്ക് വേണ്ടിയല്ലേ എന്ന് സന്തോഷത്തോടു കൂടി ആണ് അദ്ദേഹം പറഞ്ഞത്. ഇതുപോലുള്ള പല പ്രശ്നങ്ങൾ നേരിട്ടുകൊണ്ട് പല തിരക്കുകളും മാറ്റിവെച്ചുകൊണ്ടായിരുന്നു നമ്മൾ സമരരംഗത്ത് ഉണ്ടായിരുന്നത്. ദേശീയവേദി പ്രസിഡന്റ് AM സിദ്ദിഖ് റഹ്മാൻ, ജനറൽ സെക്രട്ടറി PM മുഹമ്മദ് കുഞ്ഞി ടൈൽസ്, ട്രഷറർ MA അബൂബക്കർ സിദ്ദിഖ്, വൈസ് പ്രസിഡന്റ് വിജയകുമാർ, ഖാദർ മൊഗ്രാൽ, അഷ്റഫ് പെർവാഡ്, അബ്ദുള്ള കുഞ്ഞി നടുപ്പളം, റിയാസ് കരീം, AH ഇബ്രാഹിം, MS മുഹമ്മദ് കുഞ്ഞി, ലത്തീഫ് കോട്ട, MA മൂസ, അബ്ദുൾ റഹ്മാൻ റഷീദ്, അബ്ദുൾ ഖാദർ വളച്ചാൽ, മുഹമ്മദ് അഷ്റഫ് മുട്ടം ഗേറ്റ് എന്നിവർ നേതൃത്വം നൽകി. ന്യൂസ് ബ്യൂറോ, കുമ്പള. പൈക്ക ഇഖ്റഖ് സ്കൂൾ വാർഷികാഘോഷം റൈസിംഗ് സ്റ്റാർ വർണ്ണവിസ്മയമായി. കാസർഗോഡ് ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് K അബ്ദുള്ള കുഞ്ഞി ചെർക്കള ഉദ്ഘാടനം ചെയ്തു. പൈക്ക ബാലടുക്ക ബദർ മസ്ജിദ് കമ്മിറ്റിക്ക് കീഴിൽ പ്രവർത്തിക്കുന്ന ഇഖ്റഖ് ഇംഗ്ലീഷ് മീഡിയം സ്കൂളിന്റെ 3ാം വാർഷികാഘോഷം വർണ്ണവിസ്മയമായി. പിഞ്ചു വിദ്യാർത്ഥികളുടെ ഒപ്പന, കോൽക്കളി, ദഫ്മുട്ട്, ഗ്രൂപ്പ് ഡാൻസ്, സിംഗിൾ ഡാൻസ്, വട്ടപ്പാട്ട് തുടങ്ങിയ വിവിധ കലാപരിപാടികൾ നടന്നു. ആർട്ട് ഫെസ്റ്റ്, ടാലന്റ് പരീക്ഷ എന്നിവയിൽ സ്റ്റേറ്റ് ലെവലിൽ റാങ്കുകൾ കരസ്ഥമാക്കിയ വിദ്യാർത്ഥികളെ പരിപാടിയിൽ അനുമോദിച്ചു. സമാപന പൊതുസമ്മേളനം കാസർഗോഡ് ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് K അബ്ദുള്ള കുഞ്ഞി ചെർക്കള ഉദ്ഘാടനം ചെയ്തു. ബദർ മസ്ജിദ് പ്രസിഡന്റ് ഹനീഫ കരിങ്ങപ്പള്ളം അധ്യക്ഷത വഹിച്ചു. ബദർ മസ്ജിദ് കമ്മിറ്റി ജനറൽ സെക്രട്ടറി BA ഇബ്രാഹിം, B കുഞ്ഞാമു ഹാജി, ഖാലിദ് ഹാജി കോർക്കൊച്ചി, BA റഹ്മാൻ ഹാജി, റഹ്മാൻ കല്ലായം, KP ഹമീദ്, റഹീം ജിമ്മു, അബ്ദുൾ റഹ്മാൻ ഹാജി, അബ്ദു കുണ്ടിൽ, നവാസ് കല്ലായം, നസീമ ടീച്ചർ, റുക്സാന ടീച്ചർ, അഫീഫ ടീച്ചർ, തസീമ ടീച്ചർ എന്നിവർ സംസാരിച്ചു. സ്കൂൾ കോർഡിനേറ്റർ BK ബഷീർ പൈക്ക സ്വാഗതവും റഹീം കല്ലായം നന്ദിയും പറഞ്ഞു. ന്യൂസ് ബ്യൂറോ, കാസർഗോഡ്. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. പ്രതിപക്ഷ നേതാവ് VD സതീശൻ നയിക്കുന്ന പുതുയുഗയാത്ര വെള്ളിയാഴ്ച കുമ്പളയിൽ നിന്ന് പ്രയാണം ആരംഭിക്കും. വൈകിട്ട് 4-ന് KC വേണുഗോപാൽ MP ജാഥ ഉദ്ഘാടനം ചെയ്യും. ശബരിമല കൊള്ളയിൽ സർക്കാരിന്റെ നേതൃത്വത്തിലുള്ള CPM പാർട്ടി അടിസ്ഥാനത്തിൽ പ്രതികളെ സംരക്ഷിക്കുന്നുവെന്ന് KPCC പ്രസിഡന്റ് സണ്ണി ജോസഫ്. പയ്യന്നൂരിൽ കുഞ്ഞികൃഷ്ണനെ പാർട്ടിയിൽ നിന്ന് പുറത്താക്കിയെങ്കിൽ ശബരിമല സ്വർണം കട്ട കേസിൽ ജയിലിൽ കഴിയുന്ന CPM നേതാക്കൾക്കെതിരെ അച്ചടക്ക നടപടി സ്വീകരിക്കാൻ പോലും തയ്യാറായിട്ടില്ലെന്നും സണ്ണി ജോസഫ്. സമസ്ത 100ാം വാർഷിക അന്താരാഷ്ട്ര മഹാസമ്മേളനത്തിന് കാസർഗോഡ് കുണിയയിൽ തുടക്കമായി. കൈറോയിലെ ഇസ്ലാമിക് റിസർച്ച് അസംബ്ലി സെക്രട്ടറി ജനറൽ ഡോക്ടർ മുഹമ്മദ് അബ്ദുദായിം അൽ ജുൻദി ഉദ്ഘാടന ചടങ്ങിൽ മുഖ്യാതിഥിയായി പങ്കെടുത്തു. കേബിൾ TV ഓപ്പറേറ്റേഴ്സ് അസോസിയേഷൻ 15ാമത് കാസർഗോഡ് ജില്ലാ സമ്മേളനം 15, 16 തീയതികളിലായി നടക്കും. ഇതിനു മുന്നോടിയായി സംഘാടക സമിതി ഓഫീസ് പ്രവർത്തനം ആരംഭിച്ചു. കാസർഗോഡ് ഭൂമി സംബന്ധമായ തർക്കത്തെ തുടർന്ന് 45-കാരന് ക്രൂരമർദ്ദനം. കോലാച്ചിയടുക്കം സ്വദേശി അബ്ദുൾ ഹാരിസിനെയാണ് ഒരു സംഘം ഇരുമ്പ് വടി ഉൾപ്പെടെയുള്ള മാരകായുധങ്ങളുമായി ആക്രമിച്ചത്.
കർണാടക KSRTC ബസ്സുകളിൽ അടുത്തിടെ നടപ്പിലാക്കിയ ടിക്കറ്റ് നിരക്ക് വർധനവ് പിൻവലിച്ചു. കുമ്പള ആരിക്കാടി ടോൾ പിരിവ് നിർത്തലാക്കിയതിന്റെ പശ്ചാത്തലത്തിലാണ് ടിക്കറ്റ് നിരക്ക് വർധനവ് പിൻവലിച്ചത്. കെ കൃഷ്ണൻ അനുസ്മരണവും അവാർഡ് വിതരണവും കാസർഗോഡ് പ്രസ് ക്ലബ്ബ് ഹാളിൽ നടന്നു. കാസർഗോഡ് നഗരസഭാ ചെയർപേഴ്സൺ ഷാഹിന സലീം ഉദ്ഘാടനം ചെയ്തു. വാർത്തകൾ കഴിഞ്ഞു. നമസ്കാരം.